ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അക്ഷയ് സാർ ആണ്. സോ മക്കളെ, നിങ്ങൾ നിരന്തരമായി മെസ്സേജിലൂടെയും അതുപോലെ തന്നെ ലൈവ് സെഷനിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡയഗ്രാംസ് വരക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ സെഷൻ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ആദ്യം മുതൽ അവസാനം വരെ തീർച്ചയായിട്ടും ഈ ഒരു സെഷൻ കാണണം. അങ്ങനെ കാണുമ്പോൾ തീർച്ചയായിട്ടും ബയോളജിയിൽ ഡയഗ്രാംസ് നമുക്കൊരു പ്രശ്നമല്ലാത്ത സാഹചര്യത്തിലേക്ക് മാറും. സോ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിലെ പ്രധാനപ്പെട്ട ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണണേ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. സോ നമുക്ക് ആരംഭിക്കാം. നോ മോർ ഫിയർ ഫോർ ഡയഗ്രാം സീരീസ് ആണ്. അപ്പോൾ നമുക്ക് ഇനി ഡയഗ്രാംസ് നമുക്കൊരു ഭയമല്ല, ഒരു പേടി സ്വപ്നമാവില്ല. ഡയഗ്രാംസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്യാൻ പോവാണ്. സോ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ പരീക്ഷയിൽ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഡയഗ്രാംസ് നമ്മൾ വരയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാവുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പൊ പരീക്ഷയിൽ തന്നെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങൾ എന്തായാലും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഡയഗ്രാംസ് വരച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്, ഒരു കാരണവശാലും നിങ്ങൾ പെന്ന് ഡ്രോയിങ്ങിന് വേണ്ടി ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് എന്താ ഉപയോഗിക്കാൻ പറ്റുക, നിങ്ങൾ ഉപയോഗിക്കേണ്ടത് പെൻസിലാണ്. മനസ്സിലായോ? പെൻസിൽ, ഇറേസർ, ഷാർപ്പനർ. അതായത് നമ്മൾ ആ പെൻസിൽ എന്ന് പറയുമ്പോൾ ബ്ലണ്ട് ആയിട്ടുള്ള പെൻസിലൂടെ വരക്കരുത്. നല്ല കുറച്ച് ഷാർപ്പൊക്കെ ആക്കി ആവശ്യത്തിന് ഷാർപ്നെസ് ഒക്കെ ഉള്ള പെൻസിൽ കൊണ്ട് മാത്രം ഡയഗ്രാംസ് വരക്കുക. ഒരിക്കലും എന്ത് ഉപയോഗിക്കരുത്, പെന്ന് ഉപയോഗിക്കരുത്. ഇത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ, വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഒരു ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഒരു ഫ്രഷ് പേജ് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ, ശ്രദ്ധിക്കുക, നമ്മളൊരു 3/4 പേജ് എങ്കിലും ഡയഗ്രാം വരക്കാനായിട്ട് ഉപയോഗിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതല്ലാതെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റ് ആണ് ഇതെന്ന് വിചാരിക്കാം, ആൻസർ ബുക്ക്ലെറ്റിന്റെ പേജ് ആണെന്ന് വിചാരിക്കാം. സോ നിങ്ങൾ ഇവിടെ ആൻസർ ഇങ്ങനെ എഴുതി, സബ്ജക്റ്റീവ് ആൻസേഴ്സ് എഴുതിയിട്ട് ഒരു അരഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗം മാത്രമേ സ്പേസ് ഉള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, ആ 1/4 ഭാഗത്തിൽ നിങ്ങൾ ഡയഗ്രാംസ് ഉൾക്കൊള്ളിക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആമ്പിൾ എമൗണ്ട് ഓഫ് സ്പേസ് നിങ്ങൾ ഡയഗ്രത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. ചെറിയ ഡയഗ്രാംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അര പേജ് ബാക്കിയുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ചെറിയ ഡയഗ്രാംസ്, ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ഒക്കെ ആണ് ചോദിക്കുന്നതെങ്കിൽ, ഇപ്പൊ അര പേജ് ആണ് ബാക്കിയുള്ളതെങ്കിൽ, ഹാഫ് പേജ് ആണ് ബാക്കിയുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ ചെറിയ ഡയഗ്രാംസ് ഒക്കെ ഇവിടെ എന്ത് ചെയ്യാം, വരച്ച് ലേബൽ ചെയ്യാം. അതല്ലാതെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒക്കെ ഡയഗ്രാംസ് നമുക്ക് വരക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം, 3/4 പേജ് യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, കാരണം അങ്ങനെ നിങ്ങൾ വരക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ലേബലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരിക്കലും കൺജസ്റ്റഡ് ആവൂല, അതാണ് അതിന്റെ ഉദ്ദേശം. ക്രൗഡഡ് ആയിട്ട് മാറൂല. ഡയഗ്രാംസ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പൊ നോക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഡയഗ്രാം എവാലുവേറ്റ് ചെയ്യാനും നിങ്ങളെ ലേബലിങ്സ് കറക്റ്റ് മനസ്സിലാക്കാനും സാധിക്കും. നിങ്ങൾ ഓവർ ക്രൗഡഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോക്കുന്ന ഇവാലുവേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അത്. സോ അത് അവരുടെ ഇംപ്രഷൻ എന്ത് ചെയ്യും, മോശമായിട്ട് ബാധിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, പക്ഷെ ഇത് നിങ്ങൾ ഇനി എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഡയഗ്രാം നമ്മൾ വരക്കുമ്പോൾ ആ ഡയഗ്രാം നമ്മൾ വരക്കാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ, അതായത് ഒരു പേപ്പർ എടുത്ത് ആൻസർ ഷീറ്റിൽ ഡയഗ്രാം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വരക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ദ ലെഫ്റ്റ് സൈഡ്, ദിസ് ഇസ് ദ റൈറ്റ് സൈഡ് അല്ലേ. അപ്പൊ ഡയഗ്രാംസ് ലെഫ്റ്റ് സൈഡിൽ വരച്ചതിന് ശേഷം ലേബലിങ്സ് കംപ്ലീറ്റ് എങ്ങോട്ട് ചെയ്യാൻ ശ്രമിക്കുക, ലേബലിങ്സ് കംപ്ലീറ്റ് നമ്മൾ റൈറ്റ് സൈഡിൽ വരക്കാൻ വേണ്ടി ശ്രമിക്കാം. പറഞ്ഞ മനസ്സിലായോ? സോ ഡയഗ്രാം ഷുഡ് ബി ഓൺ യുവർ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പേപ്പർ, ലേബലിംഗ് ഷുഡ് ബി ഡൺ ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദ പേപ്പർ. ശ്രദ്ധിച്ചല്ലോ, മനസ്സിലായോ? പോയിന്റ് മനസ്സിലായില്ലേ? പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഒരു സബ് ടൈറ്റിൽ, അതായത് എന്തിന്റെ ഡയഗ്രാം ആണോ നിങ്ങൾ വരക്കുന്നത് അതുകൂടി എഴുതിയാൽ നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ പേജ്, ഇത് നമ്മളെ പേജ് ആണെന്ന് വിചാരിക്കാം. സോ ഇത് നമ്മളെ പേജ് ആണെന്ന് വിചാരിക്കണേ. ഓക്കെ, സോ ഈ പേജിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ വരച്ചിരിക്കുന്നത് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. അപ്പൊ താഴെയായി, ഓക്കെ, ഇവിടെ നമുക്ക് താഴെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് താഴെ തന്നെ കൊടുക്കണേ. താഴെ നമ്മൾ എന്ത് ചെയ്യണം, ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് എഴുതി കൊടുക്കാം. ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് നമ്മൾ താഴെ എഴുതി കൊടുക്കണം. ഓക്കെ, താഴെയാണ് എഴുതേണ്ടത് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം.
അതിനുശേഷം നമ്മൾ ലേബൽ ചെയ്യാം. ഇത് ഈ ഭാഗം എന്ന് പറയുന്നത് നോക്ക് ലേബലിംഗ് ഈസ് ഡൺ ഓൺ ദി റൈറ്റ് സൈഡ് ആണ്, മൗത്ത് ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഒരേ സ്ഥലത്ത് തന്നെ എഴുതി കഴിഞ്ഞാൽ, അതായത് ഒരേ ലൈനിങ് അല്ലെങ്കിൽ എന്താ പറയാ ഒരേ രീതിയിൽ തന്നെ എഴുതാൻ ബെറ്റർ ആയിരിക്കും. മൗത്ത് ആണ്. പിന്നെ ഈ ഭാഗം എന്ന് പറയുന്നത് ഇതാ ഈസോ ഫാഗസ് ആണ്, സി. പിന്നെ നമ്മൾ ഇതെവിടെ വരുമ്പോ സ്റ്റോമക്ക് ആണ്. അപ്പൊ നമ്മളെ കാണാൻ തന്നെ നമ്മുടെ ആൻസർ പേപ്പർ നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, നല്ല ഭംഗിയിൽ നിങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഡയഗ്രാംസ് റൈറ്റ് സൈഡിലും അതിന്റെ ലേബലിങ്സ് ലെഫ്റ്റ് സൈഡിലും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഓൾസോ ഡയഗ്രത്തിന്റെ താഴെ ആയിട്ട് എന്താണോ ആ ഡയഗ്രാം അതിന്റെ ആ ഒരു പേര് ടൈറ്റിൽ കൊടുക്കുന്നത് എന്തായിരിക്കും ബെറ്റർ ആണ്. സോ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുമ്പോൾ എന്താണ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ്? അപ്പൊ എന്താണ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ്? അപ്പൊ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലേബൽഡ് ഡയഗ്രാം തരാറുണ്ട്. ലേബൽഡ് ഡയഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാം ലേബൽഡ് ആയിരിക്കും. എന്നിട്ട് ചില പാർട്ടുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസോ അല്ലെങ്കിൽ ആ പാർട്ട് ഇല്ലാതിരുന്നാൽ എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതായത് ലേബൽഡ് ഡയഗ്രാം തരും. ചിലപ്പോൾ അൺലേബൽഡ് ആയിരിക്കും, അവിടെ നമ്മൾ ലേബൽ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ABCD ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. A എന്താണ്, B എന്താണ്, C എന്താണ്, ഓരോന്നിന്റെ റോള് ചിലപ്പോൾ ചോദിക്കും. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ചോദ്യകർത്താവിന് ചോദ്യങ്ങൾ ചോദിക്കാം. ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ പ്രധാനമായും ലേബൽഡ് അൺലേബൽഡ് ഡയഗ്രാംസ് ഇമേജ് ഉണ്ടാവും. പിന്നെ ആ ഇമേജുമായി ബന്ധപ്പെട്ട തന്നിരിക്കുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഉണ്ടാവും. സോ ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. അതാണ് എന്തിനാണ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഡയഗ്രാംസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഉയർന്ന മാർക്ക് വളരെ ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാനത് പറഞ്ഞു, കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ചുരുങ്ങിയ സമയത്തിൽ ഇപ്പൊ നിങ്ങളിപ്പോൾ സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതുമ്പോൾ ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് നിങ്ങൾ എഴുതുന്ന പാരഗ്രാഫും ഒരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോഴും നിങ്ങളൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുക. ചുരുങ്ങിയ സമയത്തിൽ മാക്സിമം മാർക്ക് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ലഭിക്കും. രണ്ടാമത് കൺസിസ്റ്റ് ഓഫ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഓൺലി. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ സെൽ ഓർഗനലിന്റെ ചിത്രം കൊടുത്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ഒരു ക്ലോറോപ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതുമായി പെർട്ടൈൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ താഴെ ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ആ ഒരു കോൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ എല്ലാ മാർക്കും അടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഡസ് നോട്ട് ടേക്ക് മച്ച് ടൈം. അതാണ് വളരെ ചുരുങ്ങിയ സമയത്തിൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്ന കാര്യം നോക്കി ജനറൽ ഗൈഡ് ലൈൻസ്. ഇത് എല്ലാത്തരം പരീക്ഷ എല്ലാത്തരം ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. അതായത് നമ്മുടെ ചോദ്യപേപ്പർ, നമ്മുടെ മുന്നിലുള്ള ചോദ്യപേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും വളരെ കൃത്യമായി വായിക്കണം. ഞാൻ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു, അതിൽ ചില ക്വസ്റ്റ്യൻസ് നമ്മുടെ ലൈവ് നടക്കുന്ന സമയത്ത് ഒരുപാട് മക്കൾ തെറ്റിച്ചു. അത് കൃത്യമായി വായിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ചോദ്യങ്ങൾ കൃത്യമായി വായിക്കുക. അതിൽ ഞാൻ പറഞ്ഞു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ഡസ് നോട്ട് ഡസ്, അങ്ങനെയൊക്കെ വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായി വായിച്ചെങ്കിൽ മാത്രമേ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. സോ ഏത് തരം ക്വസ്റ്റ്യൻ ആയാലും നന്നായിട്ട് വായിക്കുക. ഡയഗ്രാം ബേസ്ഡ് മാത്രമല്ല എല്ലാ തരം ക്വസ്റ്റ്യനും നന്നായിട്ട് വായിക്കുക. ഓക്കെ. പിന്നെ മാർക്ക് ദ കീവേഡ്. ഒരു പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കീവേഡ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പാരഗ്രാഫിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ലിവർ എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്നുണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. സോ ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുന്നത് വഴി വളരെ പെട്ടെന്ന് നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യനിൽ ഇത് അണ്ടർലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ആൻസർ എഴുതുന്ന സമയത്തും പ്രധാനപ്പെട്ട പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യുക. പെൻസിലോട് അണ്ടർലൈൻ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ നമ്മുടെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് അത് കണ്ട് മാർക്ക് ഇടാൻ വേണ്ടി സാധിക്കും. സോൾവ് മാർക്ക് ദ ലേബലിംഗ് ഇൻ ദ ഗിവൺ ഓർഡർ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ മാർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഫിഗർ തന്നിട്ട് ഇത് എ എന്ന് പറയുന്ന ഭാഗം, ഇത് ബി എന്ന് പറയുന്ന ഭാഗം, ഇത് സി എന്ന് പറയുന്ന ഭാഗം തന്നിട്ടുണ്ടാവും. സോ
എ എന്ന് പറയുന്ന ഭാഗം എന്താണോ അത് തന്നെയാണ് എ എഴുതേണ്ടത്. അല്ലാതെ അവിടെ ഓർഡർ നിങ്ങൾ മാറ്റരുത്. ഓക്കെ, ഓർഡർ മാറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലോറോപ്ലാസ്റ്റിൽ എ എന്ന് പറയുന്നത് ഗ്രാന ആണെങ്കിൽ അപ്പൊ എ ആൻസർ ഷീറ്റിൽ എഴുതുമ്പോൾ എ തന്നെ ആയിരിക്കണം ഗ്രാന എഴുതേണ്ടത്. ഇപ്പൊ ബി സ്ട്രോമയാണെങ്കിൽ നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതുമ്പോൾ എ സ്ട്രോമ ബി ഗ്രാന എഴുതാൻ പാടില്ല. സോ കറക്റ്റ് ആയിട്ടുള്ള ലേബലിംഗ് വളരെ കറക്റ്റ് ആയിരിക്കണം. ശ്രദ്ധിച്ച് ലേബൽ ചെയ്യണം. സോൾവ് ദ ക്വസ്റ്റ്യൻസ് അപ്പാർട്ട് ബേസ്ഡ് ഓൺ ദ മാർക്ക് ഗിവൺ. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്ര മാർക്കിനാണോ ചോദിച്ചത് അത് മാത്രം എഴുതാം. ഓക്കെ, ഒരു മാർക്കിന് ചോദിച്ചാൽ ഒരു വലിയ പാരഗ്രാഫും കാര്യങ്ങളൊന്നും എഴുതണ്ട. ഒരു മാർക്കിന് ഒരു വേർഡ് ആയിരിക്കും ഒരു ഉദ്ദേശിക്കുന്നുണ്ടാവുക, അത് മാത്രം എഴുതുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആൻസർ ബേസ്ഡ് ഓൺ ദ മാർക്ക്. ടൈം വേസ്റ്റ് ചെയ്യരുത്. ടൈം വളരെ പ്രഷ്യസ് ആണ്. പരീക്ഷാ സമയത്ത് പ്രത്യേകിച്ച് സമയം വളരെ വിലപ്പെട്ടതാണ്. സോ എഫിഷ്യൻ്റ് ആയിട്ട് ടൈം മാനേജ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഇനി നോക്കിക്കേ, അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഒരു റെപ്രസെന്റ് ചെയ്താണ്. ഒരു സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് സബ് ടൈറ്റിൽ ആയിട്ട് താഴെ ഏതാ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ എന്ന് കൊടുക്കണം, താഴെയായിട്ട് കൊടുക്കണം. ലേബലിങ്സ് കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ വരക്കുന്ന ഡയഗ്രാം, ആ ഡയഗ്രത്തിന്റെ പാർട്സ് ഒക്കെ എന്താ ചെയ്യണം, പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റം നിങ്ങൾ വരക്കുകയാണെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ മൗത്ത്, പിന്നെ ഈസോഫാഗസ്, പിന്നെ സ്റ്റൊമക്ക്, ഇങ്ങനെയൊക്കെ പോകുന്നേ, സ്മോൾ ഇൻഡസ്ട്രി ഇങ്ങനെ പോകും. അപ്പൊ ഈ പാർട്സ് വരയ്ക്കുന്ന സമയത്ത് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം. അതല്ലാതെ ഇപ്പോ ഈസോഫാഗസിന് നീളം നല്ലോണം കൂട്ടുകയോ സ്റ്റൊമക്ക് ചെറുതാക്കുകയോ ഒന്നും ചെയ്യരുത്. പ്രൊപ്പോർഷനേറ്റ് അല്ലാത്തയോ. പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മാത്രം എന്ത് ചെയ്യുക, വരക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി റൂൾസ് ആണ്, നമുക്ക് ജസ്റ്റ് നോക്കാം. ലേബലിംഗ് ദ ഡയഗ്രാം. ഒരു ഡയഗ്രാം ലേബൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് നോക്കാം. ചെക്ക് ദി ആരോസ് പോയിന്റിംഗ് ടു ദ റെസ്പെക്റ്റീവ് സബ് പാർട്സ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഒരു ഫിഗർ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ആ ഫിഗറിൽ ചിലപ്പോൾ ഈ ഭാഗവും ഉണ്ടാവും. അപ്പൊ ആരോ മാർക്ക് നമുക്ക് ഏതാണോ ഭാഗമാണോ അവർ ചോദിച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്ന ലേബലിംഗ് നിങ്ങളോട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. എ എന്ന് പറയുന്ന പാർട്ട് നിങ്ങളോട് ലേബൽ ചെയ്യാൻ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഏത് ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നോക്കാം. ചിലപ്പോൾ ഇതിന്റെ തൊട്ടടുത്ത ഭാഗമായിരിക്കും ഇത്. ചാടിക്കയറി നമ്മൾ അതിന്റെ ആൻസർ എഴുതും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് എവിടെയാണോ ഏരോ മാർക്ക് കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ലേബലിംഗ് ഏതാണോ അത് മാത്രം നിങ്ങൾ എഴുതുക. ഡു നോട്ട് കൺഫ്യൂസ് ബിറ്റ്വീൻ റിലേറ്റഡ്. അതാണ് പറഞ്ഞത്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അടുത്തത്, ഡു നോട്ട് കൺഫ്യൂസ് ദ ലേബലിംഗ് ഓഫ് ദ 3D ഡയഗ്രാം ഗിവൺ ഇൻ ദ ബുക്ക് ടു 2D ഡയഗ്രാം. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ 3D ഡയഗ്രാം ചിലപ്പോൾ നമ്മുടെ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുന്ന സമയത്ത് 2D ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ 3D 2D ഡയഗ്രാംസ് തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. സോ ദ ഗിവൺ ഫിഗർ ഷോസ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം, അല്ലെ? ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു ഫിഗർ ആണ്. ആരും പേടിക്കേണ്ടതില്ല, വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം. അപ്പൊ ആദ്യം ഒബ്സർവ് ചെയ്തു, മനസ്സിലാക്കി. അതാണ് നിങ്ങൾ ബ്രെയിൻ പ്രോസസ് ചെയ്യേണ്ട രീതിയാണ്. ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലാക്കി ഇതെന്തിന്റെ ഫിഗർ ആണ്, ഇത് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഫിഗർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. സി, അപ്പൊ അങ്ങനെ ബ്രെയിന് പോകണം. അത് ഐഡന്റിഫൈ ചെയ്തു. ആൻസർ ദ ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 3 മാർക്കിന്റെ ചോദ്യം ആദ്യം ചോദിച്ചിരിക്കുന്നത് 1 മുതൽ 9 വരെ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ 1 മുതൽ 9 വരെ മാർക്ക് ചെയ്യാൻ പറഞ്ഞു. അതാണ് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ലേബൽ പാർട്ട് 1 to 9. സോ ഇവിടെ നോക്കിക്കേ, 1 എന്ന് പറയുന്ന ഭാഗം 1 എന്ന് കൃത്യമായിട്ട് എഴുതി കൊടുക്കാം. 1 എന്ന് പറയുന്നത് ഇറ്റ്സ് മൗത്ത് ആണ്, ഓപ്പണിംഗ് ആണ്. ഓക്കെ, പിന്നെ അതിനകത്തുള്ള ബക്കൽ ക്യാവിറ്റി ആണെന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല, തെറ്റ് പറയാൻ പറ്റൂല. ഇത് 2 എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. മൗത്ത്, ബക്കൽ ക്യാവിറ്റി. ഈ രണ്ടാമത്തെ ഭാഗം നോക്കിക്കേ, ഭക്ഷണം കടന്നു പോകുന്ന കുഴലാണ് ഈ കാണിച്ചിരിക്കുന്നത്. 2 ഈസ് ഈസോഫാഗസ്. കണ്ടോ, ഈസോഫാഗസ്, അല്ലെങ്കിൽ നമുക്കതിനെ ഫുഡ് പൈപ്പ് എന്നും വിളിക്കാം. ഇത് 2 എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഏത് എഴുതിയാലും മാർക്ക് കിട്ടും. ഈസോഫാഗസ് എഴുതിയാലും മാർക്ക് കിട്ടും, ഫുഡ് പൈപ്പ് എഴുതിയാലും മാർക്ക് കിട്ടും. 3 എന്ന് പറയുമ്പോൾ സ്റ്റൊമക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കുക, സ്റ്റൊമക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. 3 ഈസ് ഡിനോട്ടിങ് സ്റ്റൊമക്കാണ്. ഇനി 4ലേക്ക് വരുന്ന സമയത്ത് 4 സ്മോൾ ഇൻഡസ്റ്റൈൻ ആണ്. സ്മോൾ
ഇൻഡസ്റ്റൈൻ. കണ്ടോ, 4 സ്മോൾ ഇൻഡസ്റ്റൈൻ, 5 എന്ന് പറയുന്ന ലാർജ് ഇൻഡസ്റ്റൈൻ ആണ്. 5 എന്ന് പറയുന്നത് ലാർജ് ഇൻഡസ്റ്റൈൻ ആണ് 5. 6 എന്ന് പറയുന്നത് എയ്നസ് ആണ്. 6 എന്താണ്? എയ്നസ് ആണ്. എയ്നസ് ഓപ്പണിംഗ് ആണ് കേട്ടോ, എയ്നസ് ആണ്. ദെൻ 7 എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലാർജ് ഇൻഡസ്റ്റൈൻ വേർ ഫീക്കൽ മാറ്റർ ടെമ്പറർലി സ്റ്റോർ ആണ്. സോ 7. അപ്പൊ 7 എന്ന് പറയുന്നത് റെക്റ്റമാണ്. 7 എന്ന് പറയുന്നത് റെക്റ്റം. പിന്നെ 8 എന്ന് പറയുന്നത് ഇവിടെ പാൻക്രിയാസ് ആണ്. 8 പാൻക്രിയാസ്. സോ നിങ്ങൾ ഇങ്ങനെ എഴുതി പോണേ. ഞാൻ തൽക്കാലം ഇവിടെ എഴുതുന്നു 8 ഇറ്റ്സ് പാൻക്രിയാസ്. പരീക്ഷയിൽ എഴുതുമ്പോൾ ഓർഡറിൽ തന്നെ എഴുതാൻ ശ്രമിക്കാം. 9 ലിവർ ആണ്. 9 ഈസ് ലിവർ. സി, അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ചുരുങ്ങിയ സമയം, ഇപ്പൊ ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് എഴുതിക്കൊണ്ട് കുറച്ച് സമയം എടുത്തു. അതല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇത് എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പൊ ചുരുങ്ങിയ സമയത്തിൽ ഇത് 3 മാർക്കിന്റെ ചോദ്യമാണ്. 3 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. സോ ഇത് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദി ഫംഗ്ഷൻ ഓഫ് പാർട്ട് 2. സോ പാർട്ട് 2 എന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്കറിയാം പാർട്ട് 2 എന്ന് പറയുന്നത് ഇറ്റ്സ് ഈസോഫാഗസ് അല്ലെ. പാർട്ട് 2 എന്ന് പറയുന്നത് ഈസോഫാഗസ് ആയിരുന്നു. ഈസോഫാഗസ് എന്താ ചെയ്തിരുന്നത്? ഇറ്റ് ഹെൽപ്പ് ഇൻ ട്രാൻസ്ഫറിങ് ഫുഡ് ഫ്രം ദ ബക്കൽ കാവിറ്റി ടു ദി സ്റ്റൊമക് അല്ലെ. ബക്കൽ കാവിറ്റിയിൽ നിന്ന് ഫുഡിനെ സ്റ്റൊമക്കിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. അത് മാത്രം എഴുതിയാൽ മതി. പിന്നെ അവിടെ വേവ് ലൈക്ക് മോഷൻ പെരിസ്റ്റാൾസിസിന്റെ സഹായം കൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നതെന്ന് കൂടി എഴുതിയാൽ മാർക്കായി. ഓക്കെ, റെഡി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ സ്റ്റേറ്റ് ദ സെക്രീഷൻ ദാറ്റ് ഒക്വർ ഫ്രം 8 and 9. സെക്രീഷന്റെ പേര് സ്റ്റേറ്റ് ചെയ്താൽ മതി, വേറെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. 8 എന്ന് പറയുന്ന ഭാഗം ഏതായിരുന്നു? പാൻക്രിയാസ്. കറക്റ്റ്. 8 എന്ന് പറയുന്ന ഭാഗം ഇറ്റ്സ് പാൻക്രിയാസ്. ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് പാൻക്രിയാസ് ആണെന്നുള്ളത്. ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തതാണ്. സോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്. പാൻക്രിയാറ്റിക് ജ്യൂസ്. കറക്റ്റ് അല്ലേ? പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്. ഇനിയിപ്പോ നമ്മള് 8 മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്, 9 പാർട്ട് സെക്രീറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. 9 എന്ന് പറയുന്നത് ഇറ്റ്സ് ലിവർ ആണ്. ലിവർ സെക്രീറ്റ് ചെയ്യുന്നത് ബൈൽ ജ്യൂസ് ആണ്. സി, വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്തത് കണ്ടോ? സോ ഈ ചോദ്യത്തിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ 1 മാർക്ക്, തേർഡ് ക്വസ്റ്റ്യൻ 1 മാർക്ക്. വളരെ പെട്ടെന്നാണ്. ഇവിടെ 3 മാർക്ക് ലഭിച്ചു, 4 മാർക്ക്, 5 മാർക്ക്. അപ്പൊ 5 മാർക്ക് ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് എന്ത് ചെയ്തു ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യന്റെ ഒരു അഡ്വാൻറ്റേജ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. സി, ഒരു ടിപ്പിക്കൽ ഫ്ലവറിനെ കൊടുത്തിട്ടുണ്ട്. വിച്ച് കൺസിസ്റ്റ് ഓഫ് 4 വേർഡ്സ്: ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, കാലിക്സ്, കൊറോള. ഇതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? നെയിം ദ പാർട്ട്. എ എന്താണ്, ബി എന്താണ്, സി എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ആദ്യം നമുക്ക് എഴുതി കൊടുക്കാം. എ എന്ന് പറയുന്നത് കാണാം, എ ഈസ് ആന്തർ ആണ്. ആന്തർ, സംശയമൊന്നുമില്ല, ആന്തർ ആണ്. ബി എന്ന് പറയുന്നത്, സി ഞാൻ ഇവിടെ എഴുതുന്നുണ്ടേ, ബി എന്ന് പറയുന്നത് സ്റ്റൈലാണ്. പിസ്റ്റീലിന്റെ ഭാഗമാണ് സ്റ്റൈൽ. ആന്തർ സ്റ്റേബിന്റെ ഭാഗമാണ്. സി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓവറി ആണ്. സി ഈസ് ഓവറി ആണ്. ഓവറി. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, എ ബി സി എന്താണെന്ന് നമുക്ക് പറയാൻ സാധിച്ചു. പിന്നെ ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് 1 ഫംഗ്ഷൻ ഓഫ് ഈച്ച്. അപ്പൊ ആന്തർ എന്ന് പറയുന്നത് പോളൻ ഗ്രെയിനിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ. അതാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ ഫംഗ്ഷൻ. ആന്തർ കണ്ടെയ്ൻസ് പോളൻ ഗ്രെയിൻസ് വിച്ച് എൻക്ലോസ് ഓർ വിച്ച് കണ്ടെയ്ൻ മെയിൽ ഗാമീറ്റ്സ്. മെയിൽ ഗാമീറ്റ്സ് ആണ് അല്ലെ ഉണ്ടാവുന്നത്. ഇനി ബി സ്റ്റൈൽ എന്ന് പറഞ്ഞാല് ഹെൽപ്പ് ഇൻ ദ പാസേജ് ഓഫ് പോളൻ ട്യൂബ്. പോളൻ ട്യൂബിന്റെ പാസേജിന് സഹായിക്കും. ആഫ്റ്റർ പോളിനേഷൻ അല്ലെ. ആഫ്റ്റർ പോളിനേഷൻ pollen grain germinate to form pollen tube. Pollen tube will pass through style. Stigmയിൽ നിന്ന് സ്റ്റൈലിലേക്ക് കൂടിയാണ് പോവുക. Then ovary contains ovule which contain the egg cell where fertilization occur. And ഈ ovary ആണ് പിന്നീട് ഫ്രൂട്ട് ആയി മാറുക. ഫെർട്ടിലൈസേഷൻ നടന്ന ശേഷം ഓവ്യൂള് സീഡായി മാറും. അപ്പൊ അത് നിങ്ങൾ എഴുതിയാൽ മതിയാവും. അപ്പൊ ഇതാണ് ഇവിടെ 3 മാർക്ക് നമുക്ക് എന്ത് ചെയ്തു, അനായാസം എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ സാധിച്ചു. അടുത്ത ചോദ്യത്തിലെടുക്കാം.
സി ദിസ് ക്വസ്റ്റ്യൻ, ഇത് എന്ത് ഫിഗർ ആണ്? ഇത് റിഫ്ലക്സ് ആർക്കാണ്. സോ ലേബൽ ദ പാർട്ട് എ ബി സി. സി ഇവിടെ നോക്കി, എ എന്ന് പറയുന്നത് എന്താ? റിസപ്റ്ററിൽ നിന്ന് ഇമ്പൾസിനെ, സെൻസറി ഇമ്പൾസിനെ സ്പൈനൽ കോഡിൽ കൊണ്ടുപോകുന്ന ആളാണ് എ. സോ എ വിൽ ബി സെൻസറി ന്യൂറോൺ. സെൻസറി ന്യൂറോൺ ആണ്, സെൻസറി ന്യൂറോൺ. ബി എന്താ നോക്കിക്കേ, ബി സ്പൈനൽ കോഡ്. ബി സ്പൈനൽ കോഡ്, സ്പൈനൽ കോഡ്. Then what about C? C എന്താ? C തിരിച്ച് നോക്കിക്കേ, തിരിച്ച് ഇമ്പൾസിനെ ഇഫക്റ്റർ മസിൽസിലേക്ക് എത്തിക്കുന്നത് C ആണ്. ദാറ്റ് ഈസ് മോട്ടോർ ന്യൂറോൺ. മോട്ടോർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ. ആൻഡ് ഡി ഓൾസോ, ഡി ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഡി? ഡി എവിടെ? ഡി ഈസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ റിലേറ്റഡ് മസിൽസ് എന്ന് എഴുതാം. റിലേറ്റഡ് മസിൽസ് അല്ലെങ്കിൽ ഇഫക്റ്റർ എന്ന് എഴുതാം. ഇഫക്റ്റർ ഓർ റിലേറ്റഡ് മസിൽസ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്കായി. സോ ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ആൻഡ് ഷോ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽ. ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല. ഷോ ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻ ദ ഗിവൺ ഫിഗർ. വളരെ എളുപ്പത്തിൽ നമുക്കിത് എഴുതാൻ വേണ്ടി പറ്റും അല്ലേ? നമുക്കത് ആദ്യം ഇമ്പൾസ് ജനറേറ്റ് ചെയ്യപ്പെടുക റിസപ്റ്ററിലാണ്. അപ്പൊ അതിനു മുന്നേ സ്റ്റിമുലസ് വേണം. സ്റ്റിമുലായി റിസപ്റ്റർ റിസീവ് ചെയ്യുന്നു, ഇമ്പൾസ് ജനറേറ്റ് ചെയ്തു. ഇമ്പൾസ് സെൻസറി ന്യൂറോൺ വഴി സ്പൈനൽ കോഡിലേക്ക് കയറുകയാണ്. സ്പൈനൽ കോഡിലെ നമ്മുടെ അവിടെ ഇന്റർ ന്യൂറോൺ ഉണ്ട്. അതിനുശേഷമാണ് മോട്ടോർ ന്യൂറോണിലേക്ക് വരുന്നത്. മോട്ടോർ ന്യൂറോൺ വഴി ഇഫക്റ്ററിലേക്ക് വരുന്നു. അപ്പൊ ഇമ്പൾസ് സഞ്ചരിക്കുന്ന ഈ പാത്വേനെയാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയാം. എളുപ്പത്തിലാണ് 3 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിച്ചത്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദിസ് ക്വസ്റ്റ്യൻ അഗെയിൻ ഇസ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആൻസർ ദ ഫോളോവിംഗ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ഡയഗ്രം ഗിവൺ ബിലോ. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ലിക്വിഡ് പ്രൊഡ്യൂസ്ഡ് ബൈ പാർട്ട് 1 റിലീസ്ഡ് ഇൻ ടു പാർട്ട് 2? സോ പാർട്ട് 1 ഇവിടെ ഉണ്ട്, പാർട്ട് 2, പാർട്ട് 1 ഇവിടെ ഉണ്ട്. സോ ആദ്യം അത് ഐഡന്റിഫൈ. എന്താണ് ഈ പാർട്ട് 1? പാർട്ട് 1 ഈസ് പാൻക്രിയാസ്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഇവിടെ ആദ്യം എന്താണ് ചോദിച്ചിട്ടൊന്നുമില്ല. പാർട്ട് 1 പാർട്ട് 2 എന്താണെന്ന് ചോദിച്ചിട്ടില്ല. ബട്ട് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത് അത്യാവശ്യമാണ്. ദെൻ പാർട്ട് 2 ഈസ് ഇനിഷ്യൽ പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ദാറ്റ് ഈസ് duodenum. Okay, part 2 is initial part of small intestine, that's duodenum. Question എന്തായിരുന്നു? Function of the liquid produced by part 1. Part 1 produce ചെയ്യുന്ന liquid secretion is called pancreatic juice. Okay, ആ liquid എന്താണെന്ന് മനസ്സിലാക്കാം ആദ്യം. Pancreatic juice. Okay, pancreas producing pancreatic juice and released into the part 2. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നതിന്റെ ഫംഗ്ഷൻ ആണ്. സോ നിങ്ങൾ ഏതാണ്? പാൻക്രിയാറ്റിക് ജ്യൂസിൽ എൻസൈംസ് ഉണ്ട് അല്ലെ? 3 types ഓഫ് എൻസൈം. അവിടെ നമുക്ക് പാൻക്രിയാറ്റിക് അമൈലേസ് ഉണ്ട്, കൺവേർട്ടിംഗ് സ്റ്റാർച്ച് ടു മാൾട്ടോസ്. ദെൻ ട്രിപ്സിൻ ഉണ്ട്. ട്രിപ്സിൻ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണ് ട്രിപ്സിൻ. ദെൻ അമിലേസും ട്രിപ്സിനും ഫാറ്റ് ഡൈജസ്റ്റിംഗ് ലിപ്പേസ് ഉണ്ട്. ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്ത് ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ ആക്കുന്നു. സോ അതാണ് നിങ്ങൾ അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗൻ ഡസ് ദ പാർട്ട് 2 ലീഡ് ടു? പാർട്ട് 2 എന്ന് പറയുന്നത് ഡ്യോഡിനം എന്ന് ഞാൻ പറഞ്ഞു, ഇനിഷ്യൽ പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സോ അത് ഇതിലേക്കാ ലീഡ് ചെയ്യുക? സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാ ലീഡ് ചെയ്യുക. വൈ ഡസ് ചൂയിങ് ഫുഡ് സ്പീഡ് അപ്പ് ഡൈജഷൻ? മാസ്റ്റിക്കേഷൻ എങ്ങനെയാണ്? നമ്മൾ ചൂ ചെയ്യുന്ന സമയത്ത് ഫുഡ് പേസ്റ്റി ഫോമിലേക്ക് മാറുകയാണ്. സോ എൻസൈമിനെ ആക്ട് ചെയ്യാൻ വേണ്ടി കൂടുതൽ സർഫസ് ഏരിയ ലഭിക്കുമ്പോൾ ഡൈജഷൻ എന്താവും? ഫാസ്റ്റർ ആവും. സോ ഇത്ര എഴുതി കഴിഞ്ഞാൽ 5 മാർക്സ് യു ആർ ഗെറ്റിംഗ്. 5 മാർക്സ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? റിലേറ്റഡ് ടു സർക്കുലേറ്ററി സിസ്റ്റം. ഹാർട്ട് ഈസ് ഗിവൺ. ദ ഗിവൺ ഫിഗർ ഷോസ് ദി വെർട്ടിക്കൽ സെക്ഷൻ ഓഫ് ദ ഹ്യൂമൻ ഹാർട്ട്. വെർട്ടിക്കൽ സെക്ഷൻ. ഹ്യൂമൻ ഹാർട്ട് എടുത്ത് നമ്മൾ മുകളിൽ നിന്ന് കട്ട് ചെയ്തു നോക്കുകയാണ്. വിച്ച് ദ വാൾസ് ആർ മിസ്സിംഗ്. വാൾസ് മിസ്സിംഗ് ആണ്. ഐഡന്റിഫൈ ദ സ്ട്രക്ചർ എ ആൻഡ് ബി ഗിവൺ ഇൻ ദ ഫിഗർ. ഓക്കെ, എ ബി എന്താണെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. സി എ എന്ന് പറയുന്നത് ആക്ച്വലി നോക്കിക്കേ, ഇതാണ് ബ്ലഡ് വെസൽ ആണ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമ്മുടെ ഹാർട്ടിന്റെ റൈറ്റ് ഏട്രിയത്തിലേക്ക്
എത്തിക്കുന്ന വെസലാണ്. സോ എന്ന് പറയുമ്പോൾ എ ഈസ് വെന കേവ. എ ഈസ് വെന കേവ. ഓക്കെ, എന്ന് പറഞ്ഞാൽ വെന കേവയാണ്. ഇവിടെ ഇൻഫീരിയർ സുപ്പീരിയർ ഉണ്ട്, പക്ഷെ നമുക്ക് വെന കേവ എന്ന് ജനറലൈസ് ചെയ്ത് പറയാം. ബി എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സ് നിന്ന് കൊണ്ടുവരുന്ന കുഴലാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പൾമണറി വെയിൻ. പൾമണറി വെയിൻ. സോ എ ബി എന്താണെന്ന് എഴുതിയാൽ തന്നെ നമുക്ക് ഇവിടെ മാർക്ക് ലഭിച്ചു. എ ബി എന്താണെന്ന് എഴുതിയാൽ തന്നെ 2 മാർക്ക് ലഭിച്ചു. വെന കേവ എന്ന് എഴുതിയ 1 മാർക്ക്, പൾമണറി വെയിൻ എന്ന് എഴുതിയ 1 മാർക്ക്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡസ് എ ആൻഡ് ബി പാസ് ദ ബ്ലഡ് ഇൻ ടു? അപ്പൊ നമുക്കറിയാം വെന കേവ ഞാൻ ഓൾറെഡി പറഞ്ഞു. വെന കേവ എങ്ങോട്ടാ പാസ് ചെയ്യാ? റൈറ്റ് ഏട്രിയം. അപ്പൊ എ പാസസ് ബ്ലഡ് ടു റൈറ്റ് atrium or auricle and B passes blood into left atrium, okay, or left auricle, അല്ലേ? left atrium. So 1 മാർക്ക് ലഭിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് ബ്ലഡ് ഫ്ലോസ് ത്രൂ എ ആൻഡ് ബി? എ എന്ന് പറയുമ്പോൾ വെന കേവയിലൂടെ പാസ് ചെയ്യുന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. സി എത്ര പെട്ടെന്നാ മാർക്ക് ലഭിക്കുന്നത്. പൾമണറി വെയിനിലൂടെ പാസ് ചെയ്യുന്നത് ഇറ്റ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. കണ്ടോ? ബിയിലൂടെ ഓക്സിജനേറ്റഡും എയിലൂടെ ഡീഓക്സിജനേറ്റഡ് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് അവിടെ ലഭിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഡബിൾ സർക്കുലേഷൻ. ജസ്റ്റ് ഡിഫൈൻ ചെയ്താൽ മതി. ഡബിൾ സർക്കുലേഷൻ മീൻസ് ഹാർട്ടില് ബ്ലഡ് ഫ്ലോസ് ട്വൈസ് ഇൻ ദ ഹാർട്ട് ഡ്യൂറിങ് 1 സൈക്കിൾ. ഒരു സൈക്കിളില് ഹാർട്ടിൽ 2 തവണ ബ്ലഡ് ഫ്ലോ ചെയ്തു, അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് വെന കേവ വഴി ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. സിമിലർലി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പൾമണറി വെയിൻ വഴി ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ ഹ്യൂമൻ ഹാർട്ടില് ഒരു സൈക്കിളിൽ തന്നെ 2 തവണ ഹാർട്ടിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് കോൾഡ് ഡബിൾ സർക്കുലേഷൻ. അതിൽ പൾമണറിയും സിസ്റ്റമിക്കും ഉണ്ട്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അത്ര ആൻസർ ചെയ്താൽ മതി. സോ ബേസ്ഡ് ഓൺ ദ മാർക്ക് യു ഷുഡ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിൽ അടക്കാം. ഐഡന്റിഫൈ ദ സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, ഓരോന്നോരോന്നോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ഡയഗ്രാംസ്. ക്വസ്റ്റ്യൻസ് അല്ല, ഇമ്പോർട്ടന്റ് ഡയഗ്രാംസിലേക്ക് നമുക്ക് കടക്കുകയാണ്. ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്രാംസ്. അതിൽ നമ്മൾ ആദ്യം ലൈഫ് പ്രോസസ്സസ് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഡയഗ്രാംസ് നമുക്കൊന്ന് നോക്കാം. ലൈഫ് പ്രോസസ്സിലെ പ്രധാനപ്പെട്ട ഡയഗ്രാംസിൽ ആദ്യം നമ്മുടെ സ്റ്റൊമാറ്റ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ലൈവ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, വിടാതെ പിടിച്ചോളണം സ്റ്റൊമാറ്റയെ എന്ന്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ നോക്കിക്കഴിഞ്ഞാൽ റിലേറ്റഡ് ടു സ്റ്റൊമാറ്റ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അസർഷൻ റീസണിങ്ങും. അതുകൊണ്ട് ഇത് നമ്മൾ മുറുക്കെ പിടിക്കണം. അത് തന്നെ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പാർട്സ് ആണ്. സ്റ്റൊമാറ്റ എന്ന് പറയുമ്പോൾ സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ആണ് ഈ കാണുന്നത്. ഇതാണ് ശരിക്കും ഓപ്പണിംഗ്, ഓർ വി ക്യാൻ കോൾ ഇറ്റ് സ്റ്റൊമാറ്റൽ പോർ. ഓക്കെ, സ്റ്റൊമാറ്റൽ പോർ എന്ന് പറയും. ആ സ്റ്റൊമാറ്റൽ പോറിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൺട്രോൾ ചെയ്യുന്ന സെല്ലുകൾ ഇവിടെ കിഡ്നി ബീൻ പോലെ കാണുന്ന സെല്ലുകൾ ഗാർഡ് സെൽസ് എന്നാണ് വിളിക്കാറ്. കാവല് പോലെ അല്ലെ, ഗാർഡ് സെൽസ് എന്ന് വിളിക്കും. പിന്നെ ഇവിടെ ബാക്കിയുള്ള ഭാഗങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഒരു ന്യൂക്ലിയസ് ഉണ്ട് ഇതിന്, പിന്നെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അപ്പൊ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒരു സ്റ്റൊമാറ്റോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഭാഗങ്ങളൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു വാക്യൂൾ ഉണ്ടാവും കേട്ടോ, വാക്യൂൾ ഉണ്ടാവും. ഭാഗങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക, കാരണം അത് ബേസ് ചെയ്ത് MCQ ചോദിച്ചിട്ടുണ്ട് ലേബലിങ്സ്. ഇനി സ്റ്റൊമാറ്റ ഇവിടെ നോക്കിക്കേ, ഈ എ എന്ന് പറയുന്ന കേസിൽ സ്റ്റൊമാറ്റ ഇറ്റ് ഈസ് ഓപ്പൺ ആണ്. റെഡി? സെക്കൻഡ് കേസിൽ ബി എന്ന് പറയുന്ന കേസിൽ സ്റ്റൊമാറ്റ ഈസ് ക്ലോസ്ഡ്. സ്റ്റൊമാറ്റ ഓപ്പൺ ആവാൻ കാരണം അതാണ് ജസ്റ്റ് നോക്കേണ്ടത്. വാട്ടർ കോൺസെൻട്രേഷൻ ആണ് ആക്ച്വലി. ഗാർഡ് സെൽസിന്റെ ഉള്ളിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ
ഗാർഡ് സെൽസിന്റെ ഉള്ളിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ ടർജിഡ് ആവും, സെല്ല് വീർത്ത് വരും. അപ്പൊ സെല്ലിങ്ങനെ വീർത്ത് വരുമ്പോഴാണ് നടുക്ക് ഈ ഓപ്പണിങ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ഗാർഡ് സെൽസിന്റെ ഉള്ളിലേക്ക് വാട്ടർ കയറുമ്പോഴാണ് സ്റ്റൊമാറ്റോ ഓപ്പൺ ആവുന്നത്. രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ എക്സോസ്മോസിസ്, അതായത് ഗാർഡ് സെല്ലിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. കണ്ടോ, ഗാർഡ് സെല്ലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വെള്ളം പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുക, സെല്ല് ഫ്ലക്സിഡ് ആവും. ഫ്ലക്സിഡ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റൊമാറ്റ എന്താവും, സ്റ്റൊമാറ്റ ക്ലോസ്ഡ് ആയി. കണ്ടോ, ഗാർഡ് സെല്ലിന്റെ അകത്തുനിന്ന് വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ സ്റ്റൊമാറ്റ ക്ലോസ്ഡ് ആയി. ഇവിടെ ഗാർഡ് സെല്ലിന്റെ അകത്തേക്ക് വെള്ളം കയറുമ്പോൾ സ്റ്റൊമാറ്റോ ഓപ്പൺ ആയി. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ലൈഫ് പ്രോസസ്സിലെ മറ്റൊരു ചോദ്യം ന്യൂട്രീഷൻ ഇൻ അമീബയാണ്. ഇതും നമുക്ക് നിരന്തരം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂട്രീഷൻ ഇൻ അമീബ ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് അല്ലെ. ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് അമീബയിലുള്ളത്. ഇഞ്ചക്ഷനും ഡൈജഷനും അബ്സോർപ്ഷനും അസിമിലേഷനും ഇജക്ഷനും ഇവിടെ സംഭവിക്കുന്നു. ഇവിടെ നിങ്ങൾ ആദ്യം അമീബയെ വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. കാരണം പ്രത്യേകിച്ച് ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും അമീബയെ വരക്കാം. അമീബക്ക് ഒരു ന്യൂക്ലിയസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു പ്രൊകാരിയോട്ടിക് സെൽ ആയതുകൊണ്ട് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇതിനുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് അമീബയെ വരച്ചു കൊടുക്കുന്നതിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു അമീബയെ വരക്കാം. പിന്നെ നമ്മൾ ന്യൂട്രീഷൻ ആണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ അമീബ അടുത്തായി തന്നെ നമുക്കൊരു ഫുഡ് പാർട്ടിക്കിളിനെയും കാണിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ലേബൽ ചെയ്യുകയും വേണം. ഇത് ഫുഡ് പാർട്ടിക്കിൾ ആണ് എന്ന് ലേബൽ ചെയ്യണം, മനസ്സിലാക്കാലോ. അപ്പോ ആദ്യം ഫുഡ് പാർട്ടിക്കിളിന്റെ അടുത്തെത്തി. പിന്നെ അമീബ എന്ത് ചെയ്തു, അതിന്റെ സെൽ സർഫസിലെ എക്സ്റ്റൻഷൻസ് ഉപയോഗിച്ചുകൊണ്ട്, എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ അതിനെ സ്യൂഡോ പോഡിയ എന്നാണ് പറയാട്ടോ. എക്സ്റ്റൻഷൻസ് അല്ലെ, ഇതിനെ നമ്മൾ എന്താ പറയാ, സ്യൂഡോ പോഡിയ. കണ്ടോ, സ്യൂഡോപോഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസിനെ പതുക്കെ എന്ത് ചെയ്യാണ്, ഉള്ളിലേക്കാക്കാണ്. അമീബയുടെ ഉള്ളിലേക്കാക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെ നെക്സ്റ്റ് ഫേസിൽ എന്തായി, നെക്സ്റ്റ് ഫേസിൽ അമീബ എന്ത് ചെയ്തു, അമീബയുടെ അകത്തേക്ക്, കണ്ടോ, അമീബയുടെ അകത്തേക്ക് ആരായി മാറി, ആര് വന്നു, അമീബയുടെ അകത്തേക്ക് എത്തി. ആരെയും ഫുഡ് എത്തി, ഫുഡ് അമീബയുടെ അകത്തേക്ക് എത്തി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫുഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഫോംഡ് ഇൻസൈഡ് എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ അല്ലെ. ഒരു സഞ്ചിക്കകത്താണ് ഫോം ചെയ്തിരിക്കുന്നത്. ദാറ്റ് സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഈസ് കോൾഡ് ഫുഡ് വാക്യൂൾ. ഫുഡ് വാക്യൂൾ. ഇതിനകത്ത് വെച്ചാണ് ഡൈജസ്റ്റീവ് എൻസൈമിന്റെ ആക്ഷൻ നടക്കുന്നു. ഇത് ഡൈജസ്റ്റ് ആവുന്നു, എന്നിട്ട് അസിമിലേഷൻ സംഭവിക്കും അല്ലെ. ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ സെല്ല് ഇത് യൂസ് ചെയ്യും. എന്നിട്ട് റെമനൻസ്, അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് കളയുന്നു. ലാസ്റ്റ് ഫേസിൽ ഇവിടെ കാണാനില്ല, നമുക്ക് അടുത്ത സൈഡിലേക്ക് വരക്കാം. ഓക്കെ, വരക്കാം. ലാസ്റ്റ് ഫേസിൽ ഈ അമീബ എന്ത് ചെയ്യും, അമീബ ഈ വേസ്റ്റ് ഉണ്ടല്ലോ, അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റിനൊക്കെ, ഡൈജസ്റ്റിന് ശേഷമുള്ള വേസ്റ്റിനൊക്കെ പുറന്തള്ളും. ഇജക്ഷൻ സംഭവിക്കും. ഇതൊക്കെ സംഭവിക്കുക. ആദ്യം ഇഞ്ചക്ഷൻ ഉള്ളിലേക്ക് എടുത്തു, സ്യൂഡോപോഡിയ ഉപയോഗിച്ചുകൊണ്ട് ഫാഗോസൈറ്റോസിസ് നടത്തി. ദെൻ ഡൈജഷൻ നടന്നു, അസിമിലേഷൻ നടന്നു, ഇജക്ഷൻ നടക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ ഓൾറെഡി യു ആർ അവെയർ ഓഫ്. അപ്പൊ നമ്മൾ ആദ്യം മൗത്ത്, ബക്കൽ ക്യാവിറ്റി, അതിനകത്ത് ടങ്ങും ടീത്തൊക്കെ ഉണ്ട് ആലോചിക്കുക. പിന്നെ ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ദെൻ സ്മോൾ ഇൻഡസ്റ്റൈൻ, അവിടെ നിന്ന് ലാർജ് ഇൻഡസ്റ്റൈൻ, റെക്ടം, എയ്നസ്. പിന്നെ അവിടെ ഗ്ലാൻസ്, ലിവർ ഉണ്ട്. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ സ്റ്റോർ ചെയ്യുന്ന ഗാൾ ബ്ലാഡർ ആണിത്. ദെൻ ഇവിടെ പാൻക്രിയാസ് ഉണ്ട്. പാൻക്രിയാസും പിന്നെ ഗാൾ ബ്ലാഡറും റിലീസ് ചെയ്യുന്ന ബൈല് ഡയോഡിനത്തിലേക്കാണ് എത്തുക. സ്മോൾ ഇൻഡസ്റ്റൈന്റെ ഇനിഷ്യൽ പാർട്ടായ ഡയോഡിനത്തിലേക്കാണ് എത്തുന്നത്. സോ ഈ ഒരു ഫിഗർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഫിഗർ തന്നെയാണ്. പിന്നെ റെസ്പിറേഷന്റെ കേസിൽ നിർബന്ധമാണ്, 100% ഉറപ്പാണ്. 100% ഉറപ്പ് ഇതുമായി ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടാവും.
ഇതുമായി ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന നിങ്ങളുടെ പബ്ലിക് എക്സാമിന് 100% ഉറപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരിക്കും. സോ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആദ്യം ഗ്ലൂക്കോസ് ഫസ്റ്റ് നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഫസ്റ്റ് നടക്കുന്നത് ഇത് ഇവിടെയാണ് നടക്കുക. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഗ്ലൈക്കോളിസിസ് എന്നാണ്. ഇത് അറിയാത്തവരുണ്ടോ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഗ്ലൈക്കോളിസിസ് ആണ് ആദ്യം നടക്കേണ്ടത്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? 6 കാർബൺ മോളിക്യൂൾ ആയ ഗ്ലൂക്കോസ് C6H12O6 അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് 3 കാർബൺ കോമ്പൗണ്ട് ആയ പൈറുവേറ്റ് ആക്കി മാറ്റുന്നു. നോക്കിക്കേ, ആദ്യം നടക്കുന്നത് എന്താ? ഗ്ലൂക്കോസ് ഈസ് ബ്രോക്കൺ ഡൗൺ ടു 3 കാർബൺ കോമ്പൗണ്ട് പൈറുവേറ്റ്. അപ്പൊ ചെറിയൊരു എമൗണ്ട് ഓഫ് എനർജിയും അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. മനസ്സിലാക്കിയോ? അപ്പൊ ആദ്യം എന്ത് സംഭവിച്ചു? ഗ്ലൂക്കോസ് ബ്രോക്കൺ ഡൗൺ ടു പൈറുവേറ്റ്. ഇത് നടക്കുന്നത് സൈറ്റോപ്ലാസം. നടക്കുന്നത് എവിടെയാ? സൈറ്റോപ്ലാസം ഓഫ് ദ സെല്ല്. ഇത് നടക്കണമെങ്കിൽ ഓക്സിജൻ ആവശ്യമില്ല. ഇത് നടക്കണമെങ്കിൽ ഓക്സിജൻ ആവശ്യമില്ല. പഠിച്ചു കഴിഞ്ഞില്ലേ? ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആവുന്നു. ഗ്ലൂക്കോസ് 6 കാർബൺ കോമ്പൗണ്ട്. ഗ്ലൂക്കോസ് ബ്രോക്കൺ ഡൗൺ ടു ഫോം 3 കാർബൺ കോമ്പൗണ്ട് പൈറുവേറ്റ് plus little bit of energy. This happens in the cytoplasm and no oxygen is required. ഇത്രയും ഓർത്തു വെച്ചോ. ഇനി ഇത്രയും കാര്യങ്ങൾ എല്ലാ ജീവികളിലും കോമൺ ആ. എല്ലാ തരം ജീവികളിലും ഈ ഗ്ലൈക്കോളിസിസ്, ഗ്ലൈക്കോ എന്ന് പറഞ്ഞ ഗ്ലൂക്കോസ്, ലിസിസ് എന്ന് പറഞ്ഞ സ്പ്ലിറ്റിംഗ് ആണ്. ഇത് കോമൺ ആണ്. ഇനി ഈ പൈറുവേറ്റിനെ എന്തു ചെയ്യുന്നു? അതിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് കുറെ വരുന്നത്. ഈ പൈറുവേറ്റിനെ എന്തു ചെയ്യും? ഈ പൈറുവേറ്റിനെ ഈസ്റ്റ് എന്ത് ചെയ്യും? ഈസ്റ്റ് എന്ന് പറഞ്ഞ യൂണിസെല്ലുലാർ ഫംജൈ ആണ്, ഫംഗസ് ആണ്. അത് ഫെർമെന്റേഷൻ അണ്ടർഗോ ചെയ്യും, അനേറോബിക് റെസ്പിറേഷൻ. അപ്പൊ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ അനേറോബിക്കലി പൈറുവേറ്റിനെ ഈഥൈൽ ആൽക്കഹോൾ എത്തനോൾ ആക്കി മാറ്റും. C2H5OH എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും എനർജി. പഠിച്ചില്ലേ? സോ നോക്കിക്കേ, പൈറുവേറ്റിനെ അനേറോബിക് കണ്ടീഷനിൽ എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡ് എനർജി ആക്കി മാറ്റും. ഇനി മനുഷ്യന്റെ കേസ്, ഇനി നമ്മൾ മനുഷ്യന്റെ കേസ് പറയാണ്. മനുഷ്യന്റെ കേസിൽ മസിൽ സെല്ലിൽ ശ്രദ്ധിച്ചോ, മസിൽ സെല്ലിൽ ഓക്സിജന്റെ അവൈലബിലിറ്റി കുറയുന്ന സാഹചര്യത്തിൽ ലാക്ക് ഓഫ് ഓക്സിജൻ കണ്ടീഷൻ, ഓക്സിജൻ കുറഞ്ഞു വരിക മസിൽസിൽ. അപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജിമ്മിൽ പോയി ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഓർ വി ആർ റൈറ്റിംഗ് സംതിങ് for a longer period of time, for a longer duration, we are executing a similar kind of a movement. So muscles ആദ്യം ഓക്സിജൻ ഉപയോഗിച്ച് റെസ്പയർ ചെയ്യും. Okay, everything fine. When oxygen, then the quantity of oxygen reduce in our muscle cell. Muscle cell ഓക്സിജന്റെ അളവ് കുറയുകയാണ്, lack of oxygen. At that time muscle cell respire anaerobically. അവിടെ ഉണ്ടാവുന്നത് lactic acid. Again 3 carbon compound are lactic acid. Lactic acid is formed along with energy. ഈ ലാക്റ്റിക് ആസിഡ് മസിലിൽ ഡിപ്പോസിറ്റ് ചെയ്യും. ആൻഡ് ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മസിൽ സോർനസ് ഓർ മസിൽ ക്രാമ്പ്. പേശി വേദന ഉണ്ടാവും, മസിൽ ക്രാമ്പ് ഉണ്ടാവും. അത് ഓർത്തു വെക്കാം. ഇനി നമ്മുടെ മറ്റു സെല്ലുകളിൽ, മസിൽ സെൽസിൽ ഇപ്പോൾ ലാക്റ്റിക് ആസിഡ് ഡിപ്പോസിറ്റ് ചെയ്തു. മറ്റു സെല്ലുകളിൽ എയറോബിക് റെസ്പിറേഷനാണ്. പ്രസൻസ് ഓഫ് ഓക്സിജൻ മൈറ്റോകോൺട്രിയയിൽ വെച്ച്, സെല്ലുകളിലെ മൈറ്റോകോൺട്രിയയിൽ വെച്ച് പൈറുവേറ്റ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയായി മാറി. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് എനർജി. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഞാൻ പറഞ്ഞു 100% ഉറപ്പ് പരീക്ഷയ്ക്ക് ചോദിക്കും. എല്ലാവരും ആൻസർ ചെയ്യണം. പിന്നെ അടുത്തത് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഒരു ഫിഗർ ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഫിഗർ ജസ്റ്റ് നോക്കാം. നമ്മുടെ എയർ പാസ് ചെയ്യുന്ന വഴികളൊന്ന് നോക്കി വെക്കാം. ചിലപ്പോൾ അങ്ങനെ ചോദിക്കും, ഫ്ലോ ചാർട്ട് പോലെ എയർ കടന്നു പോകുന്ന വഴി. ആദ്യം നോസ്ട്രിലാണ്. നോസ്ട്രിൽ എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞിരിക്കുന്ന മൂക്കിന്റെ തൊളയുണ്ടല്ലോ, അതാണ് നോസ്ട്രിൽ. ഇവിടെ മാർക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ഓർത്തു വെക്കുക. നോസ്ട്രിൽ ഒരു വർഷം പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിനെ നോസ്ട്രിൽ എന്നാണ് പറയാ, നോസ്ട്രിൽ. ചിലപ്പോൾ എക്സ്റ്റേണൽ നോസ്ട്രിൽ എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. എക്സ്റ്റേണലി കാണുന്നതുകൊണ്ട് എക്സ്റ്റേണൽ നോസ്ട്രിൽ എന്ന് പറഞ്ഞാലും തെറ്റില്ല. മൂക്കിന്റെ ദ്വാരമാണ് നോസ്ട്രിൽ എന്ന് പറഞ്ഞാലും തെറ്റില്ല. എയർ അതുപോലെ പോയി നമുക്ക് നേസൽ പാസേജ് എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ട്. അത് നേസൽ പാസേജ്. അതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ നേസൽ ക്യാവിറ്റി എന്ന് വിളിച്ചാലും തെറ്റില്ല. നേസൽ ക്യാവിറ്റി എന്ന് വിളിച്ചാലും തെറ്റില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? നേസൽ ക്യാവിറ്റി എന്ന് വിളിച്ചാലും തെറ്റില്ല. എയർ നേരെ പോകും. പിന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഫാരിങ്സ് കഴിഞ്ഞ് ലാരിങ്സ്. ഇത് പഠിക്കണം. ആദ്യം ഫാരിങ്സ്,
പിന്നെ ലാരിങ്സ്. ഇപ്പൊ ചില ക്വസ്റ്റ്യൻ ഇപ്പോൾ ഫ്ലോ ചാർട്ട് കണക്കെ നമ്മൾ നമ്മുടെ MCQ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. വർഷം ചോദിച്ചിട്ടുണ്ട്, ഫാരിങ്സ് കഴിഞ്ഞ് ലാരിങ്സ് വരണം. ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മളെ ഫുഡും എയറും കടന്നു പോകുന്ന കോമൺ ഇമ്പാക്ട്. നമ്മൾ ശ്വസിക്കുന്ന വായു ഇതുപോലെ ഇങ്ങനെ ലെൻസിലേക്ക് പോയി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഈസോഫാഗസിലേക്കാണ് പോവുക. അപ്പൊ ഭക്ഷണവും എയറും കടന്നു പോകുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പാത്ത് ഉണ്ട്, അതാണ് ഫാരിങ്സ്. ലാരിങ്സ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ബോക്സാ, വോക്കൽ ബോക്സാ. സോ ഫാരിങ്സ് കഴിഞ്ഞ് ലാരിങ്സ്, പിന്നെയാണ് ട്രക്കിയയിലേക്ക് വരിക, പിന്നെ ബ്രോങ്കസ്, പിന്നെ ബ്രോങ്കിയോൾ. കണ്ടാ, ബ്രോങ്കൈ, ബ്രോങ്കിയോൾ, ആൽവിയോൾ. ആൽവിയോളയുടെ പ്രത്യേകത എന്താ? ആൽവിയോളെ പൊതിഞ്ഞിരിക്കുന്നത് ന്യൂമറസ് ബ്ലഡ് കാപ്പിലറീസ് കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്, അത് ഓർത്തു നോക്കുക. പിന്നെ ഇവിടെ ഡയഫ്രം ഉണ്ട്, റിബ്സ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻഹലേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവുന്നു, എക്സലേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, അത് നോക്കി വേണം. ഇൻഹലേഷന്റെ സമയത്ത് ഡയഫ്രം ഫ്ലാറ്റൻ ആവും. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയല്ലേ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായി, ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഡയഗ്രാം വരച്ചിട്ട് ഇൻഹലേഷൻ എക്സലേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഈ ഫിഗർ ഒന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കുറച്ചുകൂടി വലുതാക്കാം. നോക്കിയാൽ ഇത് ലെൻസാണ്, നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം ജസ്റ്റ് ഒന്ന് വരച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഡയഫ്രം ഉള്ളത്. ഡയഫ്രം ഉണ്ട്, ഡയഫ്രം ആണ്. ഇനി ഇവിടെ നോക്കാം, ഇവിടെ റിബ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യം ഇൻഹലേഷൻ പറയാം. ഇൻഹലേഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇതിലൂടെ എല്ലാം ക്ലിയർ ആവും. ഇൻഹലേഷൻ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇൻഹലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് ഇൻഹലേഷൻ. ഇതാണ് ഇൻഹലേഷൻ, ശരിയല്ലേ? ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനെയാണ് ഇൻഹലേഷൻ എന്ന് പറയാം. അപ്പൊ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇവിടേക്കുള്ള എയർ എന്റെ ഉള്ളിലേക്ക്, ലങ്സിന്റെ ഉള്ളിലേക്ക്, തൊറാക്സിക് ക്യാവിറ്റിയിലേക്ക് വരികയാണ്, ശരിയല്ലേ? എടാ എയർ, ഇതൊന്നും ശ്രദ്ധിച്ചേ, എയർ എപ്പോഴും ഹൈ പ്രഷറിൽ നിന്ന് എങ്ങോട്ടേ പോവുള്ളൂ? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കേ പോവുള്ളൂ. മനസ്സിലാക്കി വെക്കണേ, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കല്ലേ എയർ പോവുള്ളൂ. അപ്പൊ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ എയർ എവിടെ നിന്ന് എങ്ങോട്ടാ പോവുക? അറ്റ്മോസ്ഫിയറിന്ന് തൊറാക്സിക് ക്യാവിറ്റിയിലേക്ക്. അപ്പൊ എവിടെ പ്രഷർ കുറയണം? യെസ്, തൊറാക്സിക് ക്യാവിറ്റിയിൽ പ്രഷർ കുറയണം. അപ്പൊ ഇൻഹലേഷന്റെ സമയത്ത് തൊറാക്സിക് ക്യാവിറ്റിയുടെ പ്രഷർ, എയർ പ്രഷർ എന്തായിരിക്കണം? കുറയണം. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ തൊറാക്സിക് ക്യാവിറ്റിയിൽ എയർ പ്രഷർ കുറയണം. അപ്പൊ അതിന് സഹായകരമായിട്ട് നമ്മുടെ തൊറാക്സിക് ക്യാവിറ്റിയിൽ മാറ്റങ്ങൾ, ചേഞ്ചസ് ഉണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടാവും. തൊറാക്സിക് ക്യാവിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് കേട്ടോ, ഈ പ്രഷർ കുറക്കുന്നതിന് വേണ്ടിയിട്ട് തൊറാക്സിക് ക്യാവിറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് റിബ്സ് റേസ് ചെയ്യുന്നു, ഡയഫ്രം താഴേക്ക് പുഷ് ചെയ്യപ്പെടുന്നു. എയർ വരുന്ന സമയത്ത് ഡയഫ്രം താഴേക്ക് പുഷ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഡയഫ്രം ഡോം ഷേപ്പിലുള്ളത് ഫ്ലാറ്റനായി മാറുന്നു. വോളിയം കൂടുന്നു, തൊറാക്സിക് വോളിയം കൂടുന്നു. അപ്പൊ ആ പ്രഷർ കുറയുമ്പോൾ എയർ പുറത്തുനിന്ന് എന്ത് ചെയ്യും? നേരെ ഉള്ളിലേക്ക് കയറും, കാരണം ഉള്ളിൽ പ്രഷർ കുറഞ്ഞു. ഇനി എക്സലേഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? പുറത്തേക്ക് കളയാം. അപ്പൊ എയർ പുറത്തേക്ക് പോകണമെങ്കിൽ ഉള്ളിലെ പ്രഷർ കൂടണം. അപ്പൊ തൊറാക്സിക് പ്രഷർ എക്സലേഷന്റെ സമയത്ത് കൂടണം. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ എക്സലേഷന്റെ സമയത്ത് തൊറാക്സിക് പ്രഷർ കൂടണം. അപ്പൊ മാത്രമേ എയർ പുറത്തേക്ക് പോകുള്ളൂ. അപ്പൊ ഡയഫ്രം, ഇങ്ങനെയുള്ള ഡയഫ്രം ഡോം ഷേപ്പിലേക്ക് വരുന്നു, റിബ്സ് താഴുന്നു. ഉള്ളിലേക്ക് എടുക്കുമ്പോൾ റിബ്സ് റേസ് ചെയ്യും, പുറത്തേക്ക് എടുക്കുമ്പോൾ റിബ്സ് താഴുന്നു. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നമുക്ക് പരീക്ഷയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. പരീക്ഷയിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്.
മിനിറ്റ്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഹ്യൂമൻ ഹാർട്ടുമായി ബന്ധപ്പെട്ടതാണ്. ഹ്യൂമൻ ഹാർട്ടിന്റെ വർക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു ഇതാണ്, നമ്മൾ പഠിക്കേണ്ട സംഭവമാണ്. ഹ്യൂമൻ ഹാർട്ടുമായി ബന്ധപ്പെട്ട സംഗതികൾ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കണം. സോ ജസ്റ്റ് നോക്കിക്കേ, ജസ്റ്റ് നോക്കണം എല്ലാവരും. ഓക്കെ, ജസ്റ്റ് നോക്കിക്കേ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ സംഭവിക്കേണ്ടത്? നമ്മുടെ വെന്ന കേവ് വഴി അല്ലെ, വെന്ന കേവ്, നമുക്കിത് അപ്പർ പാർട്ട് സുപ്പീരിയർ വെന്ന കേവ് ഉണ്ട്, അതുപോലെ തന്നെ താഴെ നിന്ന് വരുന്ന ഇൻഫീരിയർ വെന്ന കേവ് ഉണ്ട്. അപ്പൊ വെന്ന കേവ് വഴി ഇവിടെ ബ്ലൂയിഷ് കളറിൽ കൊടുത്തിരിക്കുന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആദ്യം വരുന്നത് റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു. ജസ്റ്റ് നോക്കാം, റൈറ്റ് ഏട്രിയത്തിലേക്ക് ഏത് ബ്ലഡ് ആണ് വരുന്നത്? ഡീഓക്സിജനേറ്റഡ്. നമുക്ക് ബ്ലൂ കളറിന് കൊടുക്കാം, അതായിരിക്കും ബെറ്റർ. ആദ്യത്തത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വെന്ന കേവ് വഴി നേരെ റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്ന ഏത് ബ്ലഡ് ആണ്? നമ്മുടെ ബോഡി പാർട്സിൽ നിന്നുള്ള ഡീഓക്സിജനേറ്റഡ്, ഒന്ന് ശ്രദ്ധിക്കണേ, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ എത്തിയതിന് ശേഷം അത് ഇവിടെ നോക്കിക്കേ, നമ്മുടെ ട്രൈകസ്പിഡ് വാൽവ് തുറന്നിട്ട് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വന്നു. റെഡി? റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് നേരെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വന്നു. ഡീഓക്സിജനേറ്റഡ് ആണ്. ഇപ്പൊ അതിന്റെ കൈവശം എന്ത് കൂടുതലാണ്? കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലും ഓക്സിജൻ കോൺസെൻട്രേഷൻ വളരെ കുറവുമാണ്. അതാണ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഇനി അത് ഓക്സിജനേറ്റഡ് ആവണം, അത് ലങ്സിന് മാത്രമേ പറ്റുള്ളൂ. സോ ഇവിടുന്ന് നേരെ ഇവിടെ പൾമണറി വാൽവ് എന്ന് പറയുന്ന ഒരു വാൽവ് ഉണ്ട്. ആ വാൽവ് ഓപ്പൺ ചെയ്ത് പൾമണറി ആർട്ടറി വഴി എന്ത് ചെയ്തു? നേരെ ലങ്സിലേക്ക് പോവുകയാണ്. ലങ്സിലേക്ക് ഓക്സിജനേഷന് വേണ്ടി പോയി. ലങ്സിൽ വെച്ച് ഓക്സിജനേഷൻ സംഭവിച്ചു. ഓക്സിജനേഷൻ സംഭവിച്ചതിന് ശേഷം പൾമണറി വെയിന് വഴി നേരെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തി. അവിടുന്ന് മിട്രൽ വാൾവ്, ബൈകസ്പിഡ് വാൽവ് തുറന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുകയാണ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. അത് നേരെ അയോർട്ടിക് വാൽവ് ഓപ്പൺ ചെയ്തുകൊണ്ട് അയോർട്ട വഴി നേരെ ബോഡി പാർട്സിലേക്ക് പോവുകയാണ്. ബോഡി പാർട്സിലേക്ക് പോകുമ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയതുകൊണ്ട് ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ എല്ലാ ബോഡി സെല്ലുകൾക്കും കൊടുത്ത് ബോഡി സെല്ലും തിരിച്ച് കാർബൺ ഡയോക്സൈഡ് വാങ്ങി ഡീഓക്സിഡേറ്റഡ് ആയി മാറി. ഡീഓക്സിഡേറ്റഡ് ബ്ലഡ് വീണ്ടും വെന്ന കേവ് വഴി റൈറ്റ് ഏട്രിയത്തിലേക്ക് വരും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഹാർട്ടിന്റെ വർക്കിംഗ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പൊ ഇവിടെ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഹാർട്ടിൽ 2 തവണ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട് ഒരു സൈക്കിളിൽ. സോ അവിടെ 2 തരം സർക്കുലേഷൻ വരുന്നുണ്ട്. ഒന്നാമത്തത് ഈ കാണുന്ന സർക്കുലേഷൻ ആണ്, ലങ്സ് ഇൻവോൾവ് ചെയ്യുന്ന സർക്കുലേഷൻ. ഇതിനെ പൾമോണറി സർക്കുലേഷൻ എന്ന് പറയുന്നു. പൾമോണറി സർക്കുലേഷൻ. പിന്നെ ഇവിടെ നമ്മുടെ ബോഡി പാർട്സ് ഇൻവോൾവ് ചെയ്യുന്ന സർക്കുലേഷൻ ആണ്. സോ ഇതിനെ നമ്മൾ സിസ്റ്റമിക് സർക്കുലേഷൻ എന്നാണ് പറയാ. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നു. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. ഇത് നമ്മുടെ ഹാർട്ടിന്റെ ചേംബേഴ്സ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ദിസ് ഈസ് റൈറ്റ് ഏട്രിയം, ദിസ് ഈസ് ലെഫ്റ്റ് ഏട്രിയം, ദിസ് ഈസ് റൈറ്റ് വെൻട്രിക്കിൾ, ദിസ് ഈസ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. കറക്റ്റ്? ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളില്ലേ, കാണാലോ, റൈറ്റ് വെൻട്രിക്കിളിലെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി ആർട്ടറി വഴി നേരെ ലങ്സിലേക്ക് പോവുകയാണ്. പൾമണറി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് ടു ലങ്സ്. ലങ്സിലേക്ക് പോയി. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിൽ പോയി. ഓക്സിജനേറ്റഡ് ആയതിനു ശേഷം പൾമണറി വെയിൻ വഴി നേരെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തി. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, റൈറ്റ് വെൻട്രിക്കിളിലായിരുന്നു യാത്ര തുടങ്ങിയത്, അവസാനിച്ചത് ലെഫ്റ്റ് ഏട്രിയത്തിൽ. സോ ഈ ഒരു സർക്കുലേഷനിൽ ആര് ഭാഗമായിട്ടുണ്ട്? ഈ ഒരു സർക്കുലേഷനിൽ ലങ്സ് ഭാഗമായിട്ടുണ്ട്. സോ ഈ സർക്കുലേഷനെ പൾമണറി സർക്കുലേഷൻ എന്ന് വിളിക്കാം. പൾമണറി സർക്കുലേഷൻ. ലങ്സ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസ് ലെഫ്റ്റ്, ഡിഫറെന്റ് കളർ യൂസ് ചെയ്യാം. നോക്കോ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്സിജനേറ്റഡ് ബ്ലഡ് അയോട്ട വഴി നേരെ ബോഡി പാർട്സിലേക്ക് പോയി, ബോഡി കാപ്പിലറീസിലേക്ക് പോയി.
നമ്മുടെ ബോഡി സെൽസിനൊക്കെ ഓക്സിജൻ കൊടുത്ത് തിരിച്ച് കാർബൺ ഡയോക്സൈഡ് വാങ്ങിച്ച് ഡീഓക്സിജനേറ്റഡ് ആയതിനു ശേഷം നേരെ വെന്ന കേവ വഴി റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് എത്തുകയാണ്. പക്ഷെ നിങ്ങൾ നോക്കുക, അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ എന്താ സംഭവിച്ചേ? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ തുടങ്ങിയിട്ട് അയോട്ട വഴിയൊക്കെ പോയി ബോഡി പാർട്സിലേക്ക് എത്തി തിരിച്ച് റൈറ്റ് ഏട്രിയത്തിൽ അവസാനിച്ചു. അവിടെ ആര് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്? അവിടെ ബോഡി പാർട്സിലേക്ക് വന്നിട്ടുണ്ട് അല്ലെ. ബോഡി പാർട്സിലേക്ക് ബ്ലഡ്, ഓക്സിജനേറ്റഡ് ബ്ലഡിന് എത്തിച്ചുകൊണ്ട് ഈ സർക്കുലേഷൻ നമ്മൾ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് വിളിക്കുന്നു. സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പൊ രണ്ടു തരം സർക്കുലേഷൻ ഉണ്ട്, പൾമണറി ആൻഡ് സിസ്റ്റമിക്. അതുകൊണ്ട് ഇതിനെ ഡബിൾ സർക്കുലേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നു. പിന്നെ ഇവിടെ നമ്മുടെ യൂറിനറി സിസ്റ്റം ആണ്, കംപ്രൈസിങ് 2 കിഡ്നീസ്, യുറീറ്റർ, യൂറിനറി ബ്ലാഡർ ആൻഡ് യൂറീത്ര. ഇനി കിഡ്നിക്ക് അകത്തേക്ക് പ്യൂരിഫൈ ചെയ്യാനുള്ള ബ്ലഡ് കൊടുക്കുന്നത് റീനൽ ആർട്ടറിയാണ്. കിഡ്നിയിലകത്തുനിന്ന് പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് ബ്ലഡ് വരുന്നത് റീനൽ വെയിനിലേക്ക് കൂടിയാണ്. അപ്പൊ ഇവിടെ നെഫ്രോണിന്റെ ഫിഗർ ആണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ജസ്റ്റ് നോക്കാം, നെഫ്രോണിന്റെ ഫിഗർ ജസ്റ്റ് നോക്കാം. നെഫ്രോണിന്റെ ഫിഗർ വളരെ സിമ്പിൾ ആണ്. ഫിഗറും അതിന്റെ വർക്കിംഗും വളരെ സിമ്പിൾ ആണ്. ആദ്യം ഞാൻ ട്യൂബുലാർ പാർട്ട് ഓഫ് ദ നെഫ്രോൺ ആണ് വരക്കുന്നത്. സോ ആദ്യം ഒരു കപ്പിളൈക്ക് സ്ട്രക്ചർ ഉണ്ട്. കപ്പിളൈക്ക് സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. കപ്പിളൈക്ക് സ്ട്രക്ചറിനെ ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്നാ പറയാം. ഓക്കെ, കപ്പിളൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് എന്താണ്? ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയും, കപ്പിളൈക്ക് സ്ട്രക്ചർ. കംപ്ലീറ്റ് ചെയ്യട്ടെ, ഫിഗർ മൊത്തത്തിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ വരക്കുന്നത് ട്യൂബുലാർ പാർട്ട് ഓഫ് ദ നെഫ്രോൺ ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, കപ്പിളൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് ബൗമാൻസ് ക്യാപ്സ്യൂൾ. പിന്നെ ഇവിടെ ആദ്യത്തെ ഒരു മടക്കുണ്ട്. സോ ഈ മടക്കിനെ വിളിക്കുന്ന പേര് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്നാണ് കേട്ടോ. പ്രോക്സിമൽ എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് എന്നുള്ള അർത്ഥമാണ്, PCT. പിന്നെ നമുക്ക് താഴേക്ക് ഒരു ലൂപ്പിംഗ് സ്ട്രക്ചർ ഉണ്ട് അല്ലെ. ലൂപ്പ് ഒരു എന്താ പറയാ, ഒരു ഹെയർ പിൻ വളവ് പോലെ ഇങ്ങനെ പോയി ഇങ്ങനെ വളഞ്ഞു വരുന്ന ഒരു തരം വളവുണ്ട്. സോ ഇതിനെ നമ്മൾ ഹെൻലീസ് ലൂപ്പ് എന്നാ വിളിക്കുക. ഹെൻലീസ് ലൂപ്പ് ഓർ ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് വിളിക്കാം. ഓക്കെ, പിന്നുള്ളത് അവസാനത്തെ ചുരുട്ടിക്കിടക്കുന്ന ഭാഗം ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, DCT. സോ PCT, ഹെൻലീസ് ലൂപ്പ്, DCT ഇങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട്. പിന്നെ ഇതാണ് ട്യൂബുലാർ പാർട്ട്. അവസാനത്തത് യൂറിനെ കളക്ട് ചെയ്യുന്ന ഭാഗം. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ കളക്ടിങ് ഡക്റ്റ് എന്ന് വിളിക്കാം. കളക്ടിങ് ഡക്റ്റ്. ഇത് വരക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. ആദ്യം ഒരു ചന്ദ്രക്കല വരക്കാം. പിന്നെ അത് നമുക്ക് 2 ഇതായി കൊടുക്കാം. പിന്നെ ഇവിടുന്ന് ഒരു താ കൊടുക്കാം, താഴോട്ടാക്കാം. വീണ്ടും ഒരു താ ഇങ്ങനെ ആക്കാം. പിന്നെ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മളിങ്ങനെ
വരച്ചൂടെ? വരക്കാലോ? വരക്കാം. ഇതൊക്കെ അത്രേ ഉള്ളൂ. നിസാര സംഗതികളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രക്കല പോലെ കാണുന്ന ഭാഗം ബൗമാൻസ് ക്യാപ്സ്യൂൾ. ഫസ്റ്റ് കാണുന്ന മടക്ക് PCT, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. താഴേക്കുള്ളത് ലൂപ്പ് ഓഫ് ഹെൻലി അല്ലെങ്കിൽ ഹെൻലീസ് ലൂപ്പ്. പിന്നെ ഇവിടെ രണ്ടാമത് വരുന്ന മടക്ക് ചുരുണ്ട് കിടക്കുന്ന ഭാഗം DCT, ഡിജിറ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള്. ലാസ്റ്റ് കളക്ടിങ് ഡക്റ്റ്. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സെറ്റാണ്. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫിഗറിലേക്ക് ഒന്ന് കിടക്കുകയാണ്. നേരത്തെ കാണിച്ചൊരു ഫിഗർ ഉണ്ട്, ഈ ഒരു ഫിഗർ. ഇത് ക്ലിയർ അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ ഞാൻ വേറൊരു ഒരു വരക്കാം. ഒരു മിനിറ്റ്. ഇവിടെ നിങ്ങൾ നോക്കണേ. ഇവിടെ നമ്മൾ കിഡ്നിയുടെ സ്ട്രക്ചർ വരക്കുന്നു. കിഡ്നി ആണല്ലോ ഫിൽട്ടർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് കിഡ്നി. ഓക്കെ, ഇതാണ് കിഡ്നി വരക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. നെഫ്രോൺ അവിടെ നിൽക്കട്ടെ. നെഫ്രോണിന്റെ സ്ട്രക്ചർ അവിടെ വരച്ചിട്ടുണ്ട്. ഫുൾ കംപ്ലീറ്റ് അല്ല, എന്നാലും അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇത് കിഡ്നിയാണ്. ഇത് മെന കിട്ടുന്നില്ലല്ലോ. ഇതാ കിഡ്നി. 2 കിഡ്നി ഉണ്ട്. കിഡ്നിയിൽ നിന്നാണ് പിന്നീട് നമുക്കറിയാം യൂറീറ്റേഴ്സ് വരുന്നു അല്ലെ? യൂറിൻ ഫോം ചെയ്യുന്നു അല്ലെ? യൂറിൻ ഫോം ചെയ്തതിന് ശേഷം യൂറീറ്റേഴ്സ് താഴേക്ക് എത്തിക്കുന്നു, യൂറിനറി ബ്ലാഡറിലേക്ക് എത്തിക്കുന്നു. അതൊക്കെ നമുക്കറിയാം. ഇനി ഞാൻ പറയുന്നത്, നമ്മുടെ കിഡ്നി ആണല്ലോ ഫിൽട്ടർ ചെയ്യുന്നത്. ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ബ്ലഡ് അങ്ങോട്ട് കൊടുക്കണ്ടേ? ബ്ലഡ് കൊടുക്കണം അല്ലെ? ഫിൽട്ടർ ചെയ്യേണ്ട ബ്ലഡ് കിഡ്നിക്ക് കൊടുക്കുന്നത് റീനൽ ആർട്ടറി എന്ന് പറയുന്ന കുഴലാണ്. സോ റീനൽ ആർട്ടറി എന്ന് പറയുന്ന കുഴല് അയോർട്ടയുടെ ബ്രാഞ്ച് ആണ്. അയോർട്ട ഉണ്ടല്ലോ, അയോർട്ട നമ്മളെ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പുറത്തു കൊണ്ടുപോകുന്ന ലാർജസ്റ്റ് ആർട്ടറി അയോർട്ട. അതിന്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ് റീനൽ ആർട്ടറി. അപ്പൊ റീനൽ ആർട്ടറി എന്ത് ചെയ്യും? കിഡ്നിക്ക് എന്ത് കൊടുക്കും? കിഡ്നിക്ക് ഫിൽട്ടർ ചെയ്യേണ്ട ബ്ലഡ് കൊടുക്കുകയാണ്. സോ ഫിൽട്ടർ ചെയ്യേണ്ട ബ്ലഡ് കിഡ്നിക്ക് കൊടുക്കുന്നതാരാ? റീനൽ ആർട്ടറി. 2 കിഡ്നിയിലേക്കും എന്ത് കൊടുക്കുന്നുണ്ട്? ഫിൽട്ടർ ചെയ്യേണ്ട ബ്ലഡ് കൊടുക്കുന്നതാരാണ്? റീനൽ ആർട്ടറി. അപ്പൊ റീനൽ ആർട്ടറിയിലൂടെ പാസ് ചെയ്യുന്ന ബ്ലഡിന്റെ പ്രത്യേകത ഓക്സിജനേറ്റഡ് ആണ്. ഓക്സിജന്റെ അളവ് നിറഞ്ഞ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന നൈട്രോജിനസ് വേസ്റ്റുകളൊക്കെ ഉണ്ടാവും. അതിൽ നൈട്രോജിനസ് വേസ്റ്റുകളൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന, ഓക്സിജൻ കണ്ടെയ്ൻ ചെയ്യുന്ന ബ്ലഡ് ആണ് എവിടെയുള്ളത്? റീനൽ ആർട്ടറി. അപ്പൊ കിഡ്നിയിലേക്ക് പോയി ഫിൽട്ടർ ചെയ്തതിന് ശേഷം ഫിൽട്ടേർഡ് ബ്ലഡ്, അപ്പൊ വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്തു കിഡ്നി. ഫിൽട്ടർ ചെയ്ത ബ്ലഡ് അത് ഈ കിഡ്നി എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഓക്സിജൻ കൊണ്ടുപോയ ആർട്ടറി ആയിരുന്നു അല്ലേ? ആ ഓക്സിജനും കിഡ്നി യൂസ് ചെയ്യും, കാരണം കിഡ്നിക്ക് ഓക്സിജൻ വേണം. അപ്പൊ ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നു, ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്യുന്നു, തിരിച്ച് കിഡ്നി കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലേക്ക് മിക്സ് ചെയ്തു. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെയ്ൻ ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽ ഒക്കെ റിമൂവ് ചെയ്ത ബ്ലഡ് തിരിച്ച് കിഡ്നിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. തിരിച്ച് 2 കിഡ്നിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ബ്ലഡ് കൊണ്ടുവരുന്ന, കിഡ്നിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ആ ബ്ലഡ് വെസലിനെയാണ് റീനൽ വെയിൻ എന്ന് പറയാ. റീനൽ വെയിൻ, മനസ്സിലായോ? റീനൽ വെയിൻ. കിഡ്നിക്ക് അകത്തേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നത് റീനൽ ആർട്ടറി, കിഡ്നിയുടെ പുറത്തേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത് റീനൽ വെയിൻ. റീനൽ ആർട്ടറിയുടെ ബ്ലഡ് ഉള്ളിലേക്ക് പോകുന്നതിന്റെ ബ്ലഡിൽ ഓക്സിജൻ ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്, വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. അങ്ങനെ കിഡ്നി വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ബ്ലഡില് ഓക്സിജൻ യൂസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞു. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ വേസ്റ്റിന് ഫിൽട്ടർ ചെയ്ത ബ്ലഡ് റീനൽ വെയിനിലൂടെ പുറത്തേക്ക് വരികയാണ്. ഇങ്ങനെയാണ് സംഭവിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇനി ഇങ്ങോട്ട് വരാം. അപ്പൊ നമ്മുടെ റീനൽ ആർട്ടറി എന്ന് പറയുന്ന ബ്ലഡ് വെസൽ ഞാൻ നേരത്തെ പറഞ്ഞു, റീനൽ ആർട്ടറി എന്ന് പറയുന്ന ബ്ലഡ് വെസൽ. അപ്പൊ അത് കിഡ്നിക്ക് അകത്തേക്ക് കയറിയാണ്. ഇപ്പൊ റീനൽ ആർട്ടറി ആണെന്ന് വിചാരിക്കാം. അപ്പൊ റീനൽ ആർട്ടറി കിഡ്നിക്ക് അകത്തേക്ക് പ്രവേശിച്ചു. അപ്പൊ അതിനൊരു ബ്രാഞ്ച് ഉണ്ടായി. സോ ദിസ് ഈസ് റീനൽ ആർട്ടറി. ഓക്കെ, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരക്കുന്നത്. ദ റീനൽ ആർട്ടറി, കിഡ്നിക്ക് അകത്തേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ആളാണ് റീനൽ ആർട്ടറി. സോ അതിനൊരു ബ്രാഞ്ച്, ആർട്ടറിയുടെ ബ്രാഞ്ചിനെ ആർട്ടീരിയോർ എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഒരു ബ്രാഞ്ച് വരികയാണ്. അതിങ്ങനെ ബൗമാൻസ് ക്യാപ്സ്യൂളിന്റെ അകത്ത് ഇങ്ങനെ ഒരു കെട്ടുപോലെ, ബ്ലഡ് വെസലിന്റെ ഒരു കെട്ടുപോലെ ഇങ്ങനെ വരികയാണ് കേട്ടോ. ബ്ലഡ് വെസൽ ഈ ബൗമാൻസ് ക്യാപ്സ്യൂളിനകത്ത് ഒരു കെട്ടുപോലെ ഇങ്ങനെ രൂപപ്പെട്ടു. സോ ഈ റീനൽ ആർട്ടറിയുടെ ഈ ബ്രാഞ്ചിനെയാണ് അഫറന്റ്
അഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്നത്. അഫറന്റ് ആർട്ടീരിയോൾ. അപ്പോൾ അഫറന്റ് ആർട്ടീരിയോളിലൂടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ചെറിയ ചെറിയ ബ്ലഡ് ക്യാപ്പിലറീസ് ആണ്. അപ്പൊ ആർട്ടറിക്കകത്തൂടെ ബ്ലഡ് ഹൈ പ്രഷറിലാണ് പോകുന്നത്. നിങ്ങൾക്കറിയാം അല്ലെ, ആർട്ടറിക്കകത്തൂടെ ബ്ലഡ് എങ്ങനെയാ പോവാ? ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ പ്രഷർ ആൻഡ് ഹൈ വെലോസിറ്റി അല്ലെ. ആർട്ടറിയുടെ പ്രത്യേകത അല്ലേ, തിക്ക് വാളാണ്, ഹൈ പ്രഷർ ഹൈ സ്പീഡിലാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുക. ശരിയല്ലേ? ഹൈ സ്പീഡിലും ഹൈ പ്രഷറിലുമാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുക ആർട്ടറി അല്ലേ. അപ്പൊ ആർട്ടറി വളരെ ഹൈ സ്പീഡിൽ തിക്കസ്റ്റ് വാളാണ്, ഹൈ സ്പീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ കാപ്പിലറി ആയി ചുരുങ്ങി, വലിയ വഴിയിലൂടെ വന്ന ആള് ഇവിടെ എത്തുമ്പോൾ കൺജസ്റ്റഡ് ആയി ചെറിയ സ്പേസിലേക്ക് വന്നു. അപ്പൊ അവിടെ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഈ ബൗമാൻസ് ക്യാപ്സ്യൂളിലും ആ ഗ്ലോമറുലാർ റീജിയണിലും ഹൈ പ്രഷർ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ബ്ലഡിലെ ചില സബ്സ്റ്റൻസ് എന്ത് ചെയ്യപ്പെടും? ഫിൽറ്റർ ചെയ്യപ്പെടും. ഇതിനകത്തേക്ക് ബ്ലഡിലെ ചില സബ്സ്റ്റൻസ് ഈ കിഡ്നി ട്യൂബ്യൂൾസിന്റെ അകത്തേക്ക് പ്രവേശിക്കും. മനസ്സിലായോ? ഇവിടെ ഹൈ പ്രഷർ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ബ്ലഡിലെ പ്ലാസ്മയിലെ കുറെ കമ്പോണൻസ് ഇതിനകത്തേക്ക് പ്രവേശിച്ചു. അപ്പൊ ഇതിനകത്ത് പ്രവേശിച്ച കമ്പോണൻസിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ബ്ലഡ് ഫിൽട്രേറ്റ്, ഇനിഷ്യൽ ഫിൽട്രേറ്റ് ആണത്. ബ്ലഡിനെ ആദ്യം ഫിൽട്ടർ ചെയ്തു, അപ്പൊ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് കിട്ടി. ബാക്കി വരുന്ന കമ്പോണൻസ് നേരെ മുകളിലേക്ക് തന്നെ അല്ലെ, അടുത്ത ബ്ലഡ് വെസലിലേക്ക് പോവാണ്. ഇതെന്ന് പറയുന്നത് ഇഫറന്റ് ആണ്. ഇഫറന്റ് ആർട്ടീരിയോൾ ആണ്. അപ്പൊ ഇഫറന്റിലേക്ക് കയറി. ഇനി ഇവിടെ ഇഫറന്റ് ആർട്ടീരിയോൾ വീണ്ടും എന്ത് ചെയ്യാണെന്നറിയോ? വീണ്ടും ഇങ്ങനെ എല്ലാ ഈ ട്യൂബ്യൂൾസ് ഉണ്ടല്ലോ, കിഡ്നി ട്യൂബ്യൂൾസിലേക്ക് ഇങ്ങനെ പറ്റി നിൽക്കുകയാണ് കേട്ടോ. ഈ ബ്ലഡ് വെസൽ ഇങ്ങനെ ഈ കിഡ്നി ട്യൂബ്യൂളിന് ഇങ്ങനെ പറ്റി നിന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? എന്നിട്ട് ഇതാണ് പിന്നീട് എന്താവുന്നത്? റീനൽ വെയിൻ ആവുന്നത്. ഓക്കെ റെഡി? അപ്പൊ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ നമ്മുടെ ആദ്യം ഇനിഷ്യലി കുറച്ച് ഫിൽട്രേറ്റ്സ് ഇവിടെ ഉണ്ടായി അല്ലെ, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ബ്ലഡിലെ കുറച്ച് ഫിൽട്രേറ്റ്സ് ആണ്. ബ്ലഡിൽ ആദ്യത്തെ ഫിൽട്രേഷൻ നടന്നു, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. പക്ഷെ ഇത് കംപ്ലീറ്റ് യൂറിൻ അല്ല. ഇതിൽ കുറെ വേസ്റ്റ് മെറ്റീരിയൽ, ഇതിൽ കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. ഒരുപാടെണ്ണം ഉണ്ടാവും ഈ പറഞ്ഞിരിക്കുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ. സോ യൂസ്ഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ആദ്യം എന്ത് ചെയ്യണം? ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയ നമ്മുടെ അമിനോ ആസിഡ്സ്, എന്തൊക്കെയാണ്? അമിനോ ആസിഡ്സ് ഒരു അറൌണ്ട് 95% മുകളിൽ അമിനോ ആസിഡ്സിന് അവർ വെച്ച് റീഅബ്സോർബ് ചെയ്യപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് റീഅബ്സോർബ്, അതായത് നമ്മുടെ ബ്ലഡ് വെസലിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെടുന്ന ആളാണ് അമിനോ ആസിഡ്. കൂടാതെ നമ്മുടെ ഗ്ലൂക്കോസ്. ഓക്കെ, ഗ്ലോമറുലാർ ഫിൽട്ടറിൽ എന്തെങ്കിലും ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അതിനെ റീഅബ്സോർബ് ചെയ്യും. ഈ ട്യൂബിൽ നിന്ന്, അതായത് നമ്മുടെ റീനൽ ട്യൂബ്യൂളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? റീഅബ്സോർബ് ചെയ്യും. റീനൽ ട്യൂബ്യൂളിൽ ഞാൻ ഈ ഒരു മഞ്ഞ നിറം കംപ്ലീറ്റ് കൊടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ എന്ന് തോന്നുന്നു. കുറച്ചുകൂടി കാണാനൊക്കെ ഭംഗിയും അത് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസും അമിനോ ആസിഡ്സും പിന്നെ ചില NaCl പോലുള്ള സോൾട്ട് ഒക്കെ എന്ത് ചെയ്യും? ഈ നമ്മുടെ റീനൽ ട്യൂബ്യൂളിൽ നിന്ന് തിരിച്ച് ബ്ലഡ് കാപ്പിലറിയിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. ഓക്കെ, പിന്നെ ലൂപ്പ് ഓഫ് ഹെൻലി താഴെ ഭാഗത്ത് നിന്ന് ചില സമയങ്ങളിൽ നമ്മുടെ പൊട്ടാസ്യം അയോൺസ്, സോഡിയം അയോൺസ് ഒക്കെ എന്ത് ചെയ്യും? ബ്ലഡ് കാപ്പിലറിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും.
ഓക്കെ. പിന്നെ നമ്മളെ DCT അടുത്ത ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ സെക്രീഷൻ നടക്കും. സെക്രീഷൻ ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ റീഅബ്സോർപ്ഷൻ നടന്നു. റീഅബ്സോർപ്ഷൻ ആദ്യം നടന്നു. റീഅബ്സോർപ്ഷൻ നടന്നതിന് ശേഷം സെക്രീഷൻ നടക്കും. സെക്രീഷൻ നടക്കുന്ന വേളയിൽ അമോണിയം അയോൺസും ഹൈഡ്രജൻ അയോൺസും കാര്യങ്ങൾ, വേസ്റ്റ് മെറ്റീരിയൽ അല്ലെ, ഒരുപാട് വേസ്റ്റ് ബ്ലഡിൽ ഉണ്ടാവും. ആ ബ്ലഡിലുള്ള വേസ്റ്റ്, സോറി ബ്ലഡ് ഇവിടെയാണ് ഉള്ളത്, ബ്ലഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലഡിലുള്ള ഈ അമോണിയം അയോൺസ്, ഹൈഡ്രജൻ അയോൺസ്, ഈ വേസ്റ്റ് മെറ്റീരിയലും തിരിച്ചെങ്ങോട്ടാ പോവുക? ട്യൂബ്യൂളിലേക്ക് തന്നെ പോകും. ബ്ലഡ് കാപ്പിലറിയിലുള്ള വേസ്റ്റ് തിരിച്ച് ട്യൂബ്യൂളിലേക്കും, ട്യൂബ്യൂളിലുള്ള യൂസ്ഫുൾ സബ്സ്റ്റൻസ് ആയ അമിനോ ആസിഡ്, ഗ്ലൂക്കോസ് പോലുള്ളവ തിരിച്ച് എങ്ങോട്ട്? ബ്ലഡ് കാപ്പിലറിയിലേക്കും കയറും. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ കളക്ടിങ് ഡക്റ്റിലേക്ക് എത്തുന്ന ഈ സാധനം ഉണ്ടല്ലോ, കളക്ടിങ് ഡക്റ്റിലേക്ക് എത്തി, നമ്മുടെ വേസ്റ്റ് ഒക്കെ കളക്ടിങ് ഡക്റ്റിലേക്ക് എത്തുകയാണ്. സോ ഇതാണ് നമ്മുടെ യൂറിൻ, ഫൈനൽ യൂറിൻ എന്ന് പറയുന്നത് കേട്ടോ. ഫൈനൽ യൂറിൻ എന്ന് പറയുന്നത് ഈ അവസാനം കളക്ടിങ് ഡക്റ്റിലേക്ക് എത്തുന്നതാണ് ഫൈനൽ യൂറിൻ എന്ന് പറയുന്നത്. പിന്നെ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്, അത് മറ്റൊരു കാര്യമാണ്. ഫൈനൽ യൂറിൻ ഇവിടെ നമുക്ക് ഫോം ചെയ്യാണ്. സോ ഇതിപ്പോ ഒരു നെഫ്രോണിന്റെ കാര്യമാണ്. അപ്പൊ ഇതുപോലെ ലക്ഷക്കണക്കിന് നെഫ്രോണുകൾ ഓരോ കിഡ്നിയിലുമുണ്ട്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ ഫിൽറ്ററിംഗ് യൂണിറ്റ്സും കൂടി എല്ലാ കളക്ടിങ് ഡക്റ്റിലേക്കും യൂറിനെ കൊണ്ടുപോകും. ഇതാണ് അവസാനം പെൽവീസിലേക്ക് പോകും അല്ലെ. നമ്മളെ കിഡ്നിയുടെ നേരത്തെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ പെൽവീസ് പറഞ്ഞു, പെൽവീസ്, റീനൽ പെൽവീസ്. നമ്മളെ കിഡ്നി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കോർട്ടെക്സ്, മെഡുല റീജിയൻ ഉണ്ട്, ലാസ്റ്റ് പെൽവീസ് എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്, പെൽവീസ്. ആ പെൽവീസിലേക്ക് യൂറിൻ എത്തുന്നു. അത് പിന്നീട് യൂറീറ്റർ വഴി യൂറിനറി ബ്ലാഡറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. സോ ഇതാണ് ഈ ഫിഗർ. DCT ഉണ്ട്, ലൂപ്പ് ഓഫ് ഹെൻലി, DCT, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൽ നിന്ന് കണക്റ്റിംഗ് ദാറ്റ് യൂറിൻ ഫ്ലോഗിന് ഉണ്ടാവും. ക്ലിയർ അല്ലേ? റെഡി. ഇനി കൺട്രോൾ ആൻഡ് കോർഡിനേഷനിലേക്ക് വരാം. കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഇപ്പോൾ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ സോ ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂറോണിന്റെ സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ന്യൂറോണിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ പഠിക്കേണ്ടത്. സോ ന്യൂറോണിന്റെ സ്ട്രക്ചർ വളരെ സിമ്പിൾ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി പാർട്സ് നമുക്ക് എക്സ്ട്രാ ഒന്ന് നോക്കി വെക്കാം. സോ ആദ്യം തന്നെ ന്യൂറോൺ ബേസിക്കലി ഒരു സെല്ലായതുകൊണ്ട് അതിനെ നെർവ് സെൽ എന്ന് വിളിക്കാറുണ്ട്. സോ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് ഇങ്ങനെ ലേബൽ ചെയ്യാം, ഈ രീതിയിൽ വരക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും. ഓക്കെ, ന്യൂറോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, മർമ്മപ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ ഈ വരച്ച ഭാഗം എന്ന് പറയുന്നത്. സോ അതിനൊരു ന്യൂക്ലിയസ് കാണിച്ചു കൊടുക്കണം. സോ ദിസ് ഈസ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് കാണിച്ചു കൊടുക്കാം. പിന്നെ സൈറ്റോപ്ലാസം ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കാം. സോ ദിസ് റീജിയൻ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ആൻഡ് ദിസ് റീജിയൻ ഈസ് കോൾഡ് സെൽ ബോഡി. സെൽ ബോഡി എന്നാണ് ഈ റീജിയനെ പറയാം. ഓർ ഇറ്റ്സ് ഓൾസോ കോൾഡ് എ സൈറ്റോൺ. കംപ്ലീറ്റ് അല്ല ഞാൻ വരക്കണം അത്രേ. സോ ജസ്റ്റ് മനസ്സിലാക്കാം, സെൽ ബോഡി സൈറ്റോൺ ആണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. സോ സെൽ ബോഡി സൈറ്റോണിന് ഫിലമെന്റ്സ് ഉണ്ട്. സോ ഹിയർ ഒരു ഫിലമെന്റ് ഉണ്ട്, ഇവിടെ ഒരു ഫിലമെന്റ് ഉണ്ട്. സോ ദിസ് ഈസ് അഗൈൻ അനദർ ഫിലമെന്റ്. ഇതൊക്കെ ഫിലമെന്റ്സ് ആണ്, യൂസ് ഡിഫറെന്റ് കളർ. ഇതൊക്കെ ഫിലമെന്റ്സ് ആണ്. ഇവിടെ ഒരു ഫിലമെന്റ് ഉണ്ട്, ദിസ് ഈസ് അനദർ ഫിലമെന്റ്, ഇതും ഫിലമെന്റ് ആണ്. ഇതൊക്കെ ഫിലമെന്റ്സ് ആണ്. ഇതിൽ ഒരു ഫിലമെന്റിന് ലെങ്ത് കൂടുതലാണ്. സി, ഇതൊക്കെ ഫിലമെന്റ് ആണെങ്കിൽ പോലും ഇതിൽ ഒരു ഫിലമെന്റിന് ലെങ്ത് കൂടി, ഇത് ലെങ്ത് കൂടിയ ഒരു ഫിലമെന്റ് ആണ്. ബാക്കിയൊക്കെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഫിലമെന്റ് ആണ്. ഈ ഷോർട്ട് ആയിട്ടുള്ള ഫിലമെന്റിനെ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രോൺ. ഷോർട്ട് ആയിട്ടുള്ള ഫിലമെന്റിനെ വിളിക്കുന്ന പേര് ഡെൻഡ്രോൺ. സോ ഇത് ഡെൻഡ്രോൺ, ദിസ് ഇസ് ഡെൻഡ്രോൺ, അഗൈൻ ഡെൻഡ്രോൺ, ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഡെൻഡ്രോൺ. ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫിലമെന്റിനെ വിളിക്കുന്ന പേര് ഇറ്റ്സ് കോൾഡ് ആക്സോൺ. ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫിലമെന്റ് എന്ന് പറയുന്നത് ആക്സോൺ ആണ്. ഇനി നോക്കിക്കേ, ഈ ഡെൻഡ്രോണിന് ബ്രാഞ്ചസ് കൊടുത്തു. ഡെൻഡ്രോൺ ഹാസ് ഗോട്ട് ബ്രാഞ്ചസ്. സോ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ച് നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ച് ആണ്. അതുപോലെ തന്നെ ഇവിടെയും ബ്രാഞ്ചസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെയും ബ്രാഞ്ചസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. സോ ഇവിടെയും ഞാൻ ബ്രാഞ്ചസ് കാണിച്ചു കൊടുക്കുകയാണ്. സോ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചിനെ ഞാൻ വിളിക്കുന്ന പേര് ഡെൻഡ്രൈറ്റ് എന്നാണ്. ഡെൻഡ്രൈറ്റ് എന്ന് വിളിച്ചു. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചിനെ ഡെൻഡ്രൈറ്റ് എന്ന് വിളിച്ചു. ഡെൻഡ്രൈറ്റ്. സോ അങ്ങനെ വരുമ്പോൾ ആക്സോണ് എന്ന് പറയുന്ന സ്ട്രക്ചറിനും എന്തുണ്ടാവും? ഡെഫിനറ്റ്ലി ബ്രാഞ്ചസ് ഉണ്ടാവും. ആക്സോണിന്റെ ബ്രാഞ്ചിനെ, ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചിനെ ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കാമെങ്കിൽ ആക്സോണിന്റെ ബ്രാഞ്ചിനെ ആക്സോണൈറ്റ് എന്ന് വിളിക്കാം. ആക്സോണിന്റെ ബ്രാഞ്ചിനെ ആക്സോണൈറ്റ് എന്ന് വിളിക്കാം. ഈ ആക്സോണൈറ്റിന്റെ അറ്റത്ത് ബൾജ്ഡ് റീജിയൻസ് കാണാം. ബൾജ്ഡ് റീജിയൻസ് which is known as synaptic knob. Which is known as what? Synaptic knob എന്നാ വിളിക്കുക. Synaptic knob എന്ന് വിളിക്കുക.
ബൾജർ റീജിയൻ ഈസ് കോൾഡ് ആസ് സിനാപ്റ്റിക് നെർവ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്സോണിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് ഒരു കവറിങ് ഉണ്ട്. ഓക്കെ, ആക്സോണിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള, പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള കവറിങ് കാണാൻ സാധിക്കുന്നത്. കുറച്ചുകൂടി കട്ടി കൂട്ടല്ലേ, പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കേട്ടോ. ഓക്കെ, ആക്സോണിനെ കവർ ചെയ്തുകൊണ്ട് ഒരു സ്ട്രക്ചർ ഉണ്ട്. ആൻഡ് ദാറ്റ് സ്ട്രക്ചർ ഈസ് കോൾഡ് ആസ് myelin sheath. Myelin sheath, which is made of Schwann cell. Which is made of Schwann cell. Made of Schwann cell. Myelin sheath എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. സോ ഇതാണ് ബേസിക്കലി ന്യൂറോണിന്റെ സ്ട്രക്ചർ. ഇതാണ് ബേസിക്കലി ന്യൂറോണിന്റെ സ്ട്രക്ചർ. അപ്പൊ ന്യൂറോണിന്റെ സ്ട്രക്ചർ വരക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾ വരക്കുമെന്ന് വിചാരിക്കുന്നു. സോ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. സോ ഡെൻഡ്രൈറ്റും സെൽ ബോഡി, ന്യൂക്ലിയസ്, ആക്സോൺ, നെർവ് എൻഡിങ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഫിഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഈ ഒരു റിഫ്ലക്സ് ആർക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതാണ്. റിഫ്ലക്സ് ആർക്കിൽ ശ്രദ്ധിക്കുക, ഒരു സ്റ്റിമുലസ് ആദ്യം ഉണ്ടാവണം. സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാൻ റിസപ്റ്റർ ഉണ്ടാവണം. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്ന റിസപ്റ്റർ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഒരു സ്റ്റിമുലസ് ഉണ്ട്. സോ ഇവിടുത്തെ സ്റ്റിമുലസ് ഹീറ്റ് എനർജി ആണ്, ഹീറ്റ് ആണ്. സോ ഹീറ്റിനെ റിസീവ് ചെയ്യുന്ന റിസപ്റ്റർ നമ്മുടെ വിരലുകളിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ, അല്ലെങ്കിൽ നമ്മുടെ സെൻസ് ഓർഗനായ സ്കിന്നിലുണ്ട്. ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാണ്. ഇമ്പൾസ് അവിടെ റിസപ്റ്ററിലാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് ആണ്. ആ ഇമ്പൾസ് ഇതാ സെൻസറി ന്യൂറോൺ വഴി ആദ്യം പോകുന്നു, അതിനുശേഷം സ്പൈനൽ കോഡിലേക്ക് എത്തുന്നു. സ്പൈനൽ കോഡിൽ നമുക്ക് റിലേ ന്യൂറോൺ ഉണ്ട്. അവിടെ റിലേ ന്യൂറോൺ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പൈനൽ കോഡിൽ നിന്ന് മെസ്സേജ് ബ്രെയിനിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് ഇവിടെ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. ഇവിടെ ഒരു പ്രോപ്പർ ഡിസിഷൻ എന്താ, ഒരു ഹോട്ട് ഒബ്ജക്റ്റ് ടച്ച് ചെയ്യുമ്പോൾ ഡിസിഷൻ വിൽ ബി ലൈക്ക് ഐ നീഡ് ടു വിഡ്രോ മൈ ഹാൻഡ്. ദാറ്റ് ഇസ് എ ഡിസിഷൻ. അവിടുത്തെ ഡിസിഷൻ അതാണ്. ആ ഡിസിഷൻ തിരിച്ച് ഒരു സിഗ്നൽ ആയിട്ട്, ഒരു മെസ്സേജ് ആയിട്ട് മോട്ടോർ ന്യൂറോൺ വഴി ഇഫക്റ്റർ അല്ലെങ്കിൽ മസിൽസിലേക്കാണ് പോവുക, റിലേറ്റഡ് മസിൽസ്. എന്തുകൊണ്ട് മസിൽസിലേക്ക് പോകുന്നു? ഇവിടെ ഹോട്ട് ഒബ്ജക്റ്റ് ടച്ച് ചെയ്തു, വിഡ്രോ ചെയ്യണമെങ്കിൽ, എനിക്ക് വിഡ്രോവൽ ആക്ഷൻ നടക്കണമെങ്കിൽ മസിൽസ് ആണ് ഹെൽപ്ഫുൾ ആവുന്നത്. സോ ദാറ്റ് ഈസ് വൈ ദ സിഗ്നൽ ഈസ് കമ്മിങ് ടു ഇഫക്റ്റർ ഓർ റിലേറ്റഡ് മസിൽസ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ബ്രെയിൻ ആണ്. ബ്രെയിന്റെ പാർട്സ് കൃത്യമായിട്ട് നോക്കാം. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിനിൽ സെറിബ്രവും ഡയൻസെഫലോണും, അതായത് ഹൈപ്പോതലാമസ്, തലാമസ് ഉണ്ടല്ലോ, അതൊക്കെ നോക്കാം. മിഡ് ബ്രെയിൻ കണക്ടിങ് ഫോർ ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. ഹൈൻഡ് ബ്രെയിനിൽ പോൺസും, മെഡുല, ഒബ്ലാങ്കോട്ട, സെറിബെല്ലം ജസ്റ്റ് നോക്കാം. ജസ്റ്റ് ഒരു ഫിഗർ പോലെ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ, ബ്രെയിനിന്റെ കേസിൽ ഒന്ന് ശ്രദ്ധിക്കണേ. ജസ്റ്റ് നോക്കാം. ബ്രെയിനിന്റെ കേസിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. വേറെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു ഒരു ഫിഗറോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഗതിയോ അല്ല ബ്രെയിന്. ഈസി ആണ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഞാൻ വരക്കുന്നു, അത്രേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഓക്കെ, സിമ്പിളി ഒന്ന് ബ്രെയിനിൽ വരച്ചു, അത്രേ ഉള്ളൂ. വേറെ ഉദ്ദേശമൊന്നുമില്ല, സിമ്പിൾ ആയിട്ടൊന്ന് വരച്ചു, അത്രേ ഉള്ളൂ. സോ ഇവിടെ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഒരുപാട് കൺവൽഷൻസ് അല്ലെങ്കിൽ ഒരുപാട് മടക്കുകളും ചുളിവുകളും ഒക്കെ കാണുന്ന ഭാഗം, ഫിഷേഴ്സും ഫോൾഡും ഒക്കെ കാണുന്ന ഭാഗം, ദിസ് റീജിയൻ, ഇതാണ് നമ്മുടെ ബ്രെയിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഭാഗം. അതാണ്, ദാറ്റ് ഈസ് അവർ സെറിബ്രം. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഫോർ ബ്രെയിൻ്റെ ഭാഗമാണ് സെറിബ്രം. ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾഡ് കാണുന്നു. സീറ്റ് ഓഫ് ഇന്റലിജൻസ് ആണ്. മെമ്മറി, ദെൻ തോട്ട്, ഇമാജിനേഷൻ, അങ്ങനെയുള്ള കാര്യം, ഇന്റലിജൻസ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം സെറിബ്രമാണ്. ഇവോക്കിംഗ് സെൻസേഷൻ സെറിബ്രമാണ്. വോളണ്ടറി ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണ്.
ദെൻ ഇവിടെ നമുക്ക് എവിടെയാണ് നമ്മുടെ മിഡ് ബ്രെയിൻ വരുന്നത്? ഇവിടെ മിഡ് ബ്രെയിൻ വരുന്ന ഭാഗമാണ് കേട്ടോ. മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന സംഗതി വരും. മിഡ് ബ്രെയിൻ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട സെറിബ്രം നമ്മുടെ ഫോർ ബ്രെയിനിൽ തന്നെ ഇവിടെ നമുക്കിവിടെ പിന്നെ തലാമസും ഹൈപ്പോ തലാമസും ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. തലാമസ്, ദെൻ അതിന് താഴെയായിട്ട് നമുക്ക് ഹൈപ്പോ തലാമസ് വരുന്നുണ്ട്. ഹൈപ്പോ, ഇതാണ് നിങ്ങളൊരു മനസ്സിലാക്കേണ്ട കാര്യം. തലാമസ് കഴിഞ്ഞ് താഴെ ആയിരിക്കും എന്ത് വരിക? ഹൈപ്പോ തലാമസ്. പിന്നെ ഹൈപ്പോ തലാമസിന് താഴെയായി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാണുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമുക്ക് കാണുന്നു എന്നുള്ളതാണ്. പിന്നെ പോൺസ്, മെഡുല ഒബ്ലോങ്കേറ്റ, മെഡുല ഒബ്ലോങ്കേറ്റ കാണുന്നു. Then this is cerebellum. ജസ്റ്റ് ഒന്ന് നോക്കുക, ബ്രെയിൻ്റെ പാർട്സ് എങ്ങനെയൊക്കെ വരുന്നു എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ബുദ്ധിമുട്ടുള്ള യാതൊരു കാര്യങ്ങളും അവിടെ വരുന്നില്ല. ഇനി അടുത്തതായിട്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഇതുമാതിരി ഫിഗർ ചോദിച്ച് ട്രോപ്പിക് മൂവ്മെന്റിന്റെ ഫിഗർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഫോട്ടോട്രോഫിക് മൂവ്മെന്റ് നോക്കുക. ഷൂട്ട് ഈസ് ഗ്രോയിങ് ടുവേർഡ്സ് ദ ലൈറ്റ് ആണ്. ഇവിടെ ജിയോട്രോപ്പിക്സ് നോക്കിക്കഴിഞ്ഞാൽ റൂട്ട് ഈസ് പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് ഗ്രോയിങ് ടുവേർഡ്സ് ഗ്രാവിറ്റി. ഷൂട്ട് ഈസ് നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് എഗൈൻസ്റ്റ് ഗ്രാവിറ്റി. അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോട്രോപ്പിക് ഇങ്ങനെ പറയാം, പോസിറ്റീവ്ലി ആണ് ഷൂട്ട് പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ആണ്, റൂട്ട് നെഗറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ആണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണം. ദെൻ ഇവിടുത്തെ ഗ്ലാൻഡുകളാണ്, ഓരോ ഗ്ലാൻഡും ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡ്സും നമ്മൾ ഓർത്തു വെക്കുക. ബ്രെയിനുമായി ബന്ധപ്പെട്ട് സെന്റർ ഓഫ് ദ ബ്രെയിനിൽ പൈനിയൽ ഗ്ലാൻഡ് കാണുന്നു, സെന്റർ ഓഫ് ദ ബ്രെയിൻ ആണ്. ദെൻ ഹൈപ്പോതലാമസ് സീൻ ബിലോ തലാമസ് ആണ്. ദെൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സീൻ ബിലോ ഹൈപ്പോതലാമസ് ആണ്. ദെൻ നെക്ക് റീജിയനിൽ തൈറോയിഡ് ഉണ്ട്, തൈറോയിഡിന്റെ ബാക്കിൽ പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട്. ദെൻ ഇവിടെ സ്റ്റേണത്തിന് താഴെ, ഇവിടെ ബ്രസ്റ്റ് ബോണിന് താഴെ തൈമസ് ഗ്ലാൻഡ്. ദെൻ കിഡ്നിയുടെ മുകളിൽ നമുക്ക് അഡ്രീനൽ ഗ്ലാൻഡ്. ദെൻ ഇൻഡസ്റ്റൈൻ്റെ ഡയോഡിനത്തോട് ചേർന്ന് സ്റ്റൊമക്കിന് താഴെയായി പാൻക്രിയാസ്. ദെൻ ടെസ്റ്റിക്കിൾസ് ഇൻ കേസ് ഓഫ് മെയിൽ ആൻഡ് ഓവറീസ് ഇൻ കേസ് ഓഫ് ഫീമെയിൽ. ഇത്രയും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓരോ ഗ്ലാൻഡ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ദെൻ ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസിലി? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ബൈനറി ഫിഷൻ ഇൻ അമീബയാണ്. സോ അമീബയുടെ കേസിൽ ബൈനറി ഫിഷൻ, ഒരു അമീബ എന്ത് ചെയ്യുന്നു, 2 അമീബയായിട്ട് മാറുകയാണ്. അതായത് ബൈനറി ഫിഷൻ ആണ്. ഇനിയിപ്പോ ലേഷ്മാനിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ആക്സിസിലാണ് കട്ട് ചെയ്യപ്പെടുക അല്ലെ. ഇങ്ങനെ ഒരു ആക്സിസിൽ കട്ട് ചെയ്ത് 2 എണ്ണമായി മാറുന്നു ലോഞ്ചിറ്റ്യൂഡിനലി. ഇത് പ്ലാസ്മോഡിയത്തിൽ മൾട്ടിപ്പിൾ ഫിഷൻ ആണ്. ഓർത്ത് നോക്കുക, പ്ലാസ്മോഡിയം ഒരു മലേറിയൽ പാരസൈറ്റ് ആണ്. ഇവിടെ ഒരു സെല്ലിൽ നിന്ന് ഒരുപാട് ഇതവിടെ നോക്കാൻ ന്യൂക്ലിയസ് ഒക്കെ ഡിവൈഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് പിന്നെ ഫേവറബിൾ കണ്ടീഷൻ, അൺഫേവറബിൾ ഇവിടെ നമുക്കൊരു ഇത് വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, പഠിച്ചതാണ്. ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് സെല്ലുകൾ നമുക്ക് കിട്ടും. പിന്നെ റീജനറേഷന്റെ ഫിഗർ ആണ്. ഇത് പ്ലനേറിയ ആണ്. പ്ലനേറിയയിൽ എന്ത് സംഭവിക്കും? 3 കഷ്ണം കഴിയുന്നു. സോ ഒരു ഹാഫിന്ന് ബാക്കിയുള്ള ഭാഗം റീജനറേറ്റ് ചെയ്ത് വരുന്നു. ഇവിടെ മിഡിൽ പീസ് ബാക്കി 2ഉം ഇവിടെ റീജനറേറ്റ് ചെയ്ത് വരുന്നു. ഇവിടെ ആണെങ്കിൽ ടെയിലിന്റെ മുകളിലേക്കുള്ള ഭാഗം റീജനറേറ്റ് ചെയ്ത് വരുന്നു. റീജനറേഷന്റെ ഫിഗർ ആണ്, ജസ്റ്റ് ഓർത്ത് നോക്കുക. അതുപോലെ തന്നെയാണ് ഇവിടെ ഹൈഡ്രയുടെ കേസിൽ ബഡിങ്. സോ ലാറ്ററൽ ഔട്ട് ഗ്രോത്ത്, സൈഡിൽ ബഡ് വരുന്നു, ബഡ് ഡെവലപ്പ് ചെയ്ത് വരുന്നു, ഫൈനലി പാരന്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് മാറുന്നു. ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. ടെൻഡക്കിൾസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഹൈഡ്രയിൽ ഉണ്ട് എന്ന് ഓർത്ത് വെക്കാം. പിന്നെ സ്ട്രക്ചർ ഓഫ് ഫ്ലവർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 4 walls ഓഫ് ദ ഫ്ലവർ, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ഈ പച്ച നിറത്തിൽ കാണുന്ന ഭാഗങ്ങളെയാണ് മൊത്തത്തിൽ നമ്മൾ കാലിക്സ് എന്നാ പറയാം. കാലിക്സ് എന്ന് പറയും, കാലിക്സ്. അതിലെ ഓരോ യൂണിറ്റിനെയും സെപ്പൽ എന്ന് പറയും. ഇതൊരു സെപ്പൽ, ഇതൊരു സെപ്പൽ, ഇതൊരു സെപ്പൽ, അങ്ങനെ പറയാം. പിന്നെ ഈ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻസെക്റ്റുകളെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന ഭാഗം കൊറോളയാണ്. അതിൽ ഓരോ യൂണിറ്റിനെയും നമ്മൾ പെറ്റൽസ് എന്നാണ് പറയാ, പെറ്റൽസ് എന്ന് പറയും. കൊറോളയാണ് മൊത്തത്തിൽ പറയാം. പിന്നെ ആൻഡ്രീഷ്യം ഉണ്ട്. ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഓർഗൻ ഓഫ് ദ ഫ്ലവർ ആണ്, കളക്റ്റീവ്ലി കോൾഡ് ആസ് ആൻഡ്രീഷ്യം. അതിലൊന്നിനെ നമ്മൾ സ്റ്റെയ്മൻ എന്ന് പറയും. സ്റ്റെയ്മൻ എന്ന് പറയും. അപ്പൊ സ്റ്റെയ്മൻ കൺസിഡർ ചെയ്യുമ്പോൾ അതാണ് നിങ്ങൾ ഓർത്ത് നോക്കേണ്ടത്. സ്റ്റെയ്മൻ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെയ്മനിൽ വരുന്ന ഭാഗങ്ങൾ ഇതൊക്കെ ആയിരിക്കും. സ്റ്റെയ്മനിൽ ഫിലമെന്റ് വരും, ഫിലമെന്റ് ഉണ്ട്. അറ്റ് ദ എൻഡ് അവിടെ നമുക്ക് ആന്തർ കാണും, ആന്തർ. ഇതാണ് സ്റ്റെയ്മന്റെ ഫിഗർ, ഫിലമെന്റും ആന്തറും. ഇനി ഫീമെയിലിന്റെ കേസിൽ കാർപ്പലാണ്, ഓർ വി ക്യാൻ കോൾ പിസ്റ്റിൽ.
പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പലാണ്. അപ്പൊ അതിന്റെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും മുകളിൽ സ്റ്റിഗ്മ ഉണ്ട്, ദെൻ സ്റ്റൈൽ. ദിസ് ഈസ് സ്റ്റിഗ്മ, ദെൻ കം സ്റ്റൈൽ. ബൾജ് റീജിയൻ ഓവറി ആണ്, അതിനകത്താണ് നമുക്ക് ഓവ്യൂൾ ഉള്ളത്, എംബ്രിയോ സാക്ക് ഒക്കെ ഉള്ളത് അതിനകത്താണ്. സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി, ഓവ്യൂള്. ഇനി ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ പോളൻ ഗ്രെയിന്റെ ജെർമിനേഷന്റെ സമയത്ത് ആക്ച്വലി പോളൻ ഗ്രെയിന്റെ അകത്ത് 2 ന്യൂക്ലിയസ് ഉണ്ട്. ട്യൂബ് ന്യൂക്ലിയസും ജനറേറ്റീവ് ന്യൂക്ലിയസും ഉണ്ട്. ട്യൂബ് ആൻഡ് ജനറേറ്റീവ്. അതിൽ ട്യൂബ് ന്യൂക്ലിയസ് ഡിസിന്റഗ്രേറ്റ് ചെയ്ത് പോകും. ജനറേറ്റീവ് ന്യൂക്ലിയസ് 2 മെയിൽ ഗാമീറ്റ് ആവും. 2 മെയിൽ ഗാമീറ്റ് ഉണ്ട്. ഒരു മെയിൽ ഗെയിം സെൽ, 2 മെയിൽ ജേം സെൽ ഉണ്ട്. അതിൽ ഒരു മെയിൽ ജേം സെല് എഗ് സെല്ലുമായി ഫ്യൂസ് ആവും, മറ്റൊന്ന് ഇവിടെയുള്ള പോളാർ ന്യൂക്ലിയസുമായി ഫ്യൂസ് ആവും. അതാണ് സംഗതി. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ പോളൻ ഗ്രെയിൻ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. പോളൻ ഗ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ പോളൻ ഗ്രെയിനകത്ത് 2 തരം ന്യൂക്ലിയസ് ഉണ്ട്. ട്യൂബ് ആൻഡ് വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ്. ട്യൂബ് ന്യൂക്ലിയസും ജനറേറ്റീവ് ന്യൂക്ലിയസും ഉണ്ട്. അപ്പൊ പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ വന്ന് ലാൻഡായി പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഇതുണ്ടല്ലോ, 2 ന്യൂക്ലിയസ് ഇതിനകത്തേക്ക് വരും. അതിൽ ട്യൂബ് ന്യൂക്ലിയസ് ഡിസിന്റഗ്രേറ്റ് ആവും, ബാക്കി ജനറേറ്റീവ് ന്യൂക്ലിയസ് ഉണ്ടാവും. ജനറേറ്റീവ് ന്യൂക്ലിയസ് 2 മെയിൽ ഗാമീറ്റ് ആയി മാറും. 2 മെയിൽ ഗാമീറ്റ് 2 മെയിൽ ഗാമീറ്റ് ആയി മാറും. അതില് ഒരു മെയിൽ ഗാമീറ്റ് നമ്മുടെ ഫീമെയിൽ ജേം സെൽ എഗ്ഗുമായി ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും, ഫെർട്ടിലൈസേഷൻ സംഭവിച്ച് സൈഗോട്ടായി. മറ്റൊരു ജേം സെല് ഇവിടെ പോളാർ ന്യൂക്ലിയ ഉണ്ട്, പോളാർ ന്യൂക്ലിയ, അതുമായി ഫ്യൂസ് ചെയ്യും. ഒരു മെയിൽ ജേം സെല്, ഒരു മെയിൽ ഗാമീറ്റ് പോളാർ ന്യൂക്ലിയുമായി ഫ്യൂസ് ചെയ്ത് എൻഡോസ്പേം ഉണ്ടാവും. എൻഡോസ്പേം. ആ എൻഡോസ്പേം ആണ് ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആവൂല, വിത്തിനകത്ത് വിത്തായി മാറുന്ന സമയത്ത് അതിന് ഫുഡ് കൊടുക്കുന്നത് എൻഡോസ്പേം ആണ്. ഓക്കെ. ഇവിടെ പോളൻ ട്യൂബിന്റെ മൂവ്മെന്റ് കീമോട്രോപിക് മൂവ്മെന്റ് ആണ്. പിന്നെ ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ തന്നിട്ട് ചോദിക്കും. ഇത് കോട്ടിലിഡൻ ആണ്, ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഇവിടെ. ഇത് മുകളിലാണ്, ഇത് പ്ലമ്യൂള്, താഴെ റാഡിക്കൽ. റാഡിക്കൽ ആണ് റൂട്ടായി മാറുക, പ്ലമ്യൂൾ എന്തായി മാറും, ഷൂട്ടായി മാറും. ഇതൊന്ന് ഓർത്ത് വെക്കണേ. പിന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്സ് വെച്ച് നോക്കാം. ഏറ്റവും പ്രധാനമായും ഈ ടെസ്റ്റിക്കിൾസ് ആണ്. സൈഡ് വ്യൂ ആണ് ഇത്. ടെസ്റ്റിക്കിൾസ് ആണ്. 2 ടെസ്റ്റിസ് ഉണ്ട്. എ പെയർ ഓഫ് ടെസ്റ്റിസ്. ടെസ്റ്റിസ് ഒരു സഞ്ചിക്കകത്താണുള്ളത്. ഇറ്റ്സ് കോൾഡ് സ്ക്രോട്ടം ഓർ സ്ക്രോട്ടൽ സാക്ക്. അപ്പൊ ഇവിടെ ചോദ്യം ചെയ്യുന്നത് ടെസ്റ്റിസ് എന്തുകൊണ്ട് സ്ക്രോട്ടൽ സാക്കിൽ വന്നു? സ്പെർമാറ്റോജനസിസിന് വേണ്ടിയിട്ടാണ്. സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ 2 to 3 degrees Celsius ലെസ് ദാൻ നോർമൽ ബോഡി ടെമ്പറേച്ചർ. സോ അതുകൊണ്ട് ടെമ്പറേച്ചർ റെഗുലേഷന്റെ ഭാഗമായിട്ടാണ് ടെസ്റ്റിസ് സിറ്റുവേറ്റഡ് ഇൻ ദ സ്ക്രോട്ടം. അതൊന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്ത സ്പേം വാസ് ഡിഫറൻസ് വഴി ഇങ്ങനെ കയറുകയാണ്. വാസ് ഡിഫറൻസ് വഴി ഇങ്ങനെ കയറി യൂറിറ്ററിന്റെ മുകളിലേക്ക് കൂടി കയറി വന്ന് ഇവിടെ നമുക്ക് കുറച്ച് ഗ്ലാൻഡ് ഉണ്ട്. സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ്, കൗപ്പേഴ്സ് ഗ്ലാൻഡ് ഒക്കെ ഉണ്ട്. അത് ഈ സ്പേമിന്റെ മൂവ്മെന്റിനും സ്പേമിനെ നറിഷ് ചെയ്യാനൊക്കെ സഹായിക്കും. അങ്ങനെ ഈ സ്പേം അല്ലെങ്കിൽ നമുക്ക് ഈ ഗ്ലാൻഡുകളിൽ നിന്നുള്ള സെക്രീഷനും സ്പേമും കൂടി ചേർന്ന നമ്മൾ സെമിനൽ പ്ലാസ്മ, അല്ലെ സെമൻ എന്ന് പറയും. എന്ത് പറയും? സെമൻ. അപ്പൊ ഈ സെമൻ എന്ന് പറയുന്നത് ഇതുപോലെ യുറിത്ര വഴി എന്ത് ചെയ്യുന്നു? നേരെ പുറത്തേക്ക് വരുന്നു. അപ്പൊ യുറിത്രയുടെ പ്രത്യേകത കോമൺ പാസേജ് ഫോർ ബോത്ത് സ്പേം ആൻഡ് യൂറിൻ ഓർ സെമൻ ആൻഡ് യൂറിൻ. സെമനും യൂറിനും കടന്നു പോകുന്ന കോമൺ പാത്താണ് ദിസ് യുറിത്ര. ഇവിടെ പെനിസ് സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആണ്. ഇതിനകത്ത് ഒരുപാട് ബ്ലഡ് സ്പേസസ് ഉണ്ട്, ബ്ലഡ് ക്യാവിറ്റീസ് ഉണ്ട്. സോ അണ്ടർ സെക്ഷുവൽ സ്റ്റിമുലേഷൻ ലാർജ് എമൗണ്ട് ഓഫ് ബ്ലഡ് ഫ്ലോസ് ഇൻ ടു ദിസ് സൈന്യൂസ്, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ബ്ലഡ് വെസൽ, ഈ ബ്ലഡ് സ്പേസസിലേക്ക് ബ്ലഡ് വന്ന് നിറയും, കോസിങ് ദ പെനിസ് ടു ഗെറ്റ് ഇറക്റ്റ് അണ്ടർ സെക്ഷുവൽ സ്റ്റിമുലേഷൻസ്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓവറി ആണ് അവിടെ വരുന്ന ഭാഗം. ഇറ്റ്സ് ഓവറി പ്രൊഡ്യൂസസ് ഓർ റിലീസസ് ഓവം. ഓവം ഈസ് ദെൻ കളക്റ്റഡ് ബൈ ദി ഓവിഡക്ട്. അപ്പൊ ഓവിഡക്റ്റിലാണ് ഓവം ഉണ്ടാവുക. സ്പേം വജൈന വഴി ക്ലൈംബ് ചെയ്ത് ഇവിടെ പോയി ഫെർട്ടിലൈസേഷൻ നടക്കും. സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ എവിടെയാണ്? അത് ഓർത്ത് വെക്കണം. സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ ഫലോപ്പിയൻ ട്യൂബ് ഓവിഡക്റ്റ് ആണ്. അതിനുശേഷം ഇത് ഡെവലപ്പ് ചെയ്ത് ഇത് ഗർഭപാത്രം യൂട്രസിൽ വന്ന് പറ്റി പിടിച്ച് വളരുന്നു. അതൊക്കെ ഓർത്ത് വെക്കാം. ഇനി ഇങ്ങനെ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ യൂട്രസിന്റെ വാൾ, എൻഡോമെട്രിയം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക, ബ്ലഡ് വെസലൊക്കെ കണ്ടൻസ് ചെയ്ത് വെച്ചിരിക്കുക, അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വജൈന വഴി ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മെൻസ്ട്രേഷൻ സംഭവിക്കും. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കാം കേട്ടോ. ഈ ഫിഗറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. അടുത്ത ഹെറിഡിറ്റിയിൽ നിന്ന്
ആദ്യം തന്നെ നോക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. പിന്നെ ക്രോസിംഗ് ഉണ്ട്, അത് നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. പിന്നെ സെക്സ് ഡിറ്റർമിനേഷൻ നോക്കുക. ഫാദർ അല്ലെങ്കിൽ മെയിലിന്റെ 2 സെക്സ് ക്രോമസോം എക്സും വൈയും ഉണ്ട്. ഫീമെയിലാണെങ്കിൽ 2 എക്സ് ആണ്. അതുകൊണ്ട് ഇവര് ഹെട്രോഗാമിറ്റിക് ആണ് മെയിൽ എന്ന് പറയുന്നത്. കാരണം 2 തരം ഗാമീറ്റ് ഉണ്ടാക്കും. എക്സ് ക്രോമസോം ബിയറിംഗ് സ്പേം ആൻഡ് വൈ ക്രോമസോം ബിയറിംഗ് സ്പേം. Talking about female, they contain only one type of sex chromosome, X only. So homogamitic ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ they will produce only one type of gamete, X containing ovum. So ഇവിടെ നോക്കുക, X containing sperm fusing with X containing ovum means child will be X only അല്ലേ? XX ആയിരിക്കും ഇവിടെ. XX എന്ന് XX ആയിരിക്കും. അതെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫീമെയിൽ ആണ്. കുട്ടി എന്തായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. സെക്കൻഡ് കേസിൽ Y chromosome bearing sperm fuses with X chromosome bearing ovum, obtaining will be like XY, which will be male ആയിരിക്കും കിട്ടുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവാം. പിന്നെ അവർ എൻവിറോൺമെന്റിൽ ഇത് തന്നെയാണ് ചോദിക്കുക, ഫുഡ് ചെയിനും ഫുഡ് വെബും ആൻഡ് ഓൾസോ ഇവിടെ 10% ലോ പ്രകാരമുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന പിരമിഡ് ആണ്. താഴെ പ്രൊഡ്യൂസറിൽ എനർജി കൂടുതലായിരിക്കും. പ്രൊഡ്യൂസറിന് പ്രൈമറി കൺസ്യൂമറെ ഭക്ഷണമാക്കുമ്പോൾ ഇവിടുത്തെ 10% മാത്രമേ അടുത്ത ആളിലേക്ക് പോവുള്ളൂ. ഇവിടെ കിട്ടുന്നതിന്റെ 10% അടുത്ത ആളിലേക്ക് പോവുള്ളൂ. സോ അതുകൊണ്ട് ആ എനർജി എപ്പോഴും കുറഞ്ഞാ വരിക. അതുകൊണ്ട് തന്നെ ഫുഡ് ചെയിൻ അധികം എന്തെയില്ല, നീണ്ടു നിൽക്കൂല. ഫുഡ് ചെയിൻ, ഫുഡ് വെബ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനി സൺലൈറ്റ് ആണ് നമ്മുടെ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി. നമുക്കറിയാം പ്ലാന്റ്സിലേക്ക് 1% ഓഫ് സൺലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസിൻ നടത്തുക. പ്രൊഡ്യൂസറിന് ഹെർബിവോറിലേക്കും കാർണിവോർ, ടോപ്പ് ലെവർ കാർണിവോറിലേക്ക് നമ്മുടെ ഭക്ഷണം അല്ലെങ്കിൽ ആ ഫുഡ് സഞ്ചരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഡ്രോ ആൻഡ് ലേബൽ ദ പാർട്ട് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. അയോട്ട, പൾമണറി ആർട്ടറി, ദെൻ പൾമണറി വെയിൻ, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ. അപ്പൊ ഒരു ഫിഗർ വരക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഫിഗർ വരച്ച് ലേബൽ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. വരക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഹ്യൂമൻ ഹാർട്ടിന്റെ ഫിഗർ ആണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹാർട്ട് പോലെ ആയോ? ഹാർട്ട് പോലെ ഏകദേശം ആയി തോന്നുന്നല്ലേ? അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരക്കണം. അപ്പോ എന്തൊക്കെയാ ചോദിച്ചിരിക്കുന്നേ? എന്താ ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? അയോട്ട ലേബൽ ചെയ്യാം. അയോട്ട എന്ന് പറയുമ്പോ ഇത് നമ്മുടെ, ശ്രദ്ധിക്കണേ, ഇത് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മളെ അയോട്ടിക് വാൽവ് തുറന്ന് അയോട്ട വഴി ബോഡി പാർട്സിലേക്ക് പോകുന്നു. സോ ദിസ് ഈസ് അവർ അയോട്ട. സോ എ ആണ് അയോട്ട. സോ എ അയോർട്ട എന്ന് എഴുതാം. എ അയോർട്ടയാണ്. രണ്ടാമത് പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറി എന്ന് പറയുമ്പോൾ നമ്മുടെ റൈറ്റ് ആണ്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ ഇവിടുത്തെ അയോട്ടിക് വാൽവ് പൾമണറി വാൽവ് തുറന്നുകൊണ്ട് പൾമണറി ആർട്ടറി വഴി നേരെ ലങ്സിലേക്ക് പോകുന്നു. സോ ദിസ് ഈസ് ബി പൾമണറി ആർട്ടറി. ഇവിടെ കംപ്ലീഷൻ ആയിട്ടില്ല. ഇവിടെ നമുക്ക് വേറെ ഒന്നും കൂടി വരക്കാണ്ട്. പൾമണറി വെയിൻ ആണ് കേട്ടോ. ഇത് പൾമണറി വെയിൻ. അടുത്തത് പൾമണറി വെയിൻ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്ന ഈ ബ്ലഡ് വെസലിനെയാണ് സി പൾമണറി, സി ആണിത്, സി പൾമണറി വെയിൻ എന്ന് പറയും. പൾമണറി വെയിൻ എന്ന് പറയുന്നത്. അടുത്തത് എന്താ? ലെഫ്റ്റ് ഏട്രിയം. ലെഫ്റ്റ് ഏട്രിയം നമുക്ക് ഓൾറെഡി വരച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് അവർ ലെഫ്റ്റ് ഏട്രിയം. ഇതാണ് ഡി എന്ന് പറയുന്നത് കേട്ടോ, ലെഫ്റ്റ് ഏട്രിയം. റൈറ്റ് വെൻട്രിക്കിൾ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്.
റൈറ്റ് വെൻട്രിക്കിളും നമ്മൾ വരച്ചിട്ടുണ്ട്. റൈറ്റ് വെൻട്രിക്കിളാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ചെയ്യാൻ പറ്റുമല്ലോ? ഓക്കെ. ഡ്രോ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ലേബൽ ദ ഫോളോയിങ് സ്ട്രക്ചർ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വരക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇങ്ങനെ വരച്ചെടുക്കാം. രണ്ട് സൈഡിൽ ഇങ്ങനെ വരക്കാം. രണ്ട് ഓവറികളെ വരച്ചു കൊടുക്കാം. പിയർ ഷേപ്ഡ് സ്ട്രക്ചർ ആണ് വരക്കേണ്ടത്. കുറച്ചൊന്ന് ശരിയാവാനുണ്ട്. ഓവറി, രണ്ട് സൈഡിൽ ഓവറി വരക്കാം. ഏകദേശം ആയിട്ടില്ലേ? ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാ ചോദിച്ചിരിക്കുന്നത്? എന്താ ചോദിച്ചിരിക്കുന്നത്? ഓവറി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് ഓവറി വരച്ച് കാണിക്കാം. രണ്ട് സൈഡിൽ ഓവറി ഉണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു ഓവറി വരച്ചാൽ മതി. എ ആണ് ക്വസ്റ്റ്യൻ. ഓവറി വരച്ചെടുക്കാം. ബി ഫലോപ്പിയൻ ട്യൂബ് ഓർ ഓവിഡക്റ്റ്. അപ്പൊ ഇത് കുറച്ച് നീട്ടത്തിൽ വരക്കണം. ബി ഓവിഡക്റ്റ് ഓർ ഫലോപ്പിയൻ ട്യൂബ്. സി യൂട്രസ് ആണ്. സോ ഇതാണ് സി യൂട്രസ്. ഡി സർവിക്സ്. സർവിക്സ് എന്നാൽ യൂട്രസിന്റെ നെക്കാണ്. ഇത് ഇവിടെയാണ് സർവിക്സ് വരിക. നമ്പർ ഇട്ട് കൊടുക്കുക. നമ്പർ സി ആണ് ചോദിച്ചിരിക്കുന്നത്. സി ഡി ആണ് സർവിക്സ്. ഈ വജൈന, വജൈന ഇതാണ് ഈ വജൈന. ഇത്രയുമാണ് വരക്കേണ്ടത്. Label the parts of the longitudinal section of the flower. Describe the process of pollen germination, role of pollen tube in fertilization. ഒരു ഫിഗർ വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലവർ ആണ് വരക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫ്ലവറിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരക്കാൻ പറഞ്ഞിരിക്കുന്നു. നമുക്കൊരു സ്ലൈഡ് എടുക്കാം. സോറി, ശ്രദ്ധിക്കാം. ഫസ്റ്റ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ വരക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്ലവറിന്റെ ഡയഗ്രാം കംപ്ലീറ്റ് ആവും. സോ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ നമുക്ക് വരച്ചെടുക്കാം. സിമ്പിളായിട്ട് വരച്ചെടുക്കാം. പിന്നെ നമുക്കറിയാം ഈ ഭാഗമാണ് ഗൈനീഷ്യം അല്ലെ? ഗൈനീഷ്യം വരച്ചു. പിന്നെ നമുക്ക് കാലിക്സ് വരച്ചെടുക്കാം. പച്ച ഭാഗമാണ് കാലിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് കാലിക്സ്. വരക്കാലോ. പിന്നെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പൂവിന്റെ ആൻഡ്രീഷ്യം കൂടി വരച്ചു കൊടുക്കാം. ആൻഡ്രീഷ്യം വരച്ചു കൊടുത്തു. ദെൻ ഇതിന്റെ കൊറോള, പെറ്റൽസ് വരച്ചു കൊടുക്കാം. റെഡി. ഒരു പൂവിനെ വെറുതെ വരച്ചാൽ മതി. ഓക്കെ, പൂവിനെ വരച്ച് ഭാഗങ്ങളൊന്നും നമുക്ക് അടയാളപ്പെടുത്താം. ദിസ് ഈസ് പെറ്റൽ, ദിസ് റീജൺ ഈസ് പെറ്റൽ,
This is sepal. This region is stamen. This region is pistil or carpal. ഓക്കെ, വരക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വരക്കുമല്ലോ നിങ്ങൾ, ഇതൊക്കെ വരക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ വലിയ കാര്യമൊന്നുമല്ല. പിന്നെ നമ്മൾ ചോദിച്ചിരുന്നത് എന്താ? ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് പോളൻ ജെർമിനേഷൻ, റോൾ ഓഫ് പോളൻ ട്യൂബ് ഇൻ ജെർമിനേഷൻ. പോളൻ ജെർമിനേഷൻ നമ്മൾ പറഞ്ഞതാണ്, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. മെയിൽ ഗാമീറ്റ്, 2 മെയിൽ ഗാമീറ്റ് പോളൻ ഗ്രെയിൻ്റെ അകത്ത്, അല്ല 1 മെയിൽ ഗാമീറ്റ് എഗ്ഗുമായി ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ആവും, മറ്റൊന്ന് പോളാർ ന്യൂക്ലിയമായി ഫ്യൂസ് ചെയ്ത് എൻഡോസ്പേം ആവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പോളൻ ട്യൂബിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിഗ്മയിലെ കൂടി മെയിൽ ഗാമീറ്റിനെ ഫീമെയിൽ ഗാമീറ്റിന്റെ അടുത്തേക്ക് എത്തിക്കുക. സ്റ്റൈലിലെ കൂടി മെയിൽ ഗാമീറ്റിനെ ഫീമെയിൽ ഗാമീറ്റിന്റെ അടുത്തേക്ക് എത്തിക്കുന്നതാണ് പോളൻ ട്യൂബിന്റെ റോള്. സ്റ്റഡി ദ ഡയഗ്രാം ഓഫ് എ ന്യൂറോൺ പ്രൊവൈഡഡ് ബിലോ. ആൻസർ ദ ഫോളോവിംഗ് ക്വസ്റ്റ്യൻ. ലേബൽ ദ പാർട്ട്, ഐഡന്റിഫൈ ആൻഡ് ലേബൽ ദ പാർട്ട് എ ബി സി. എ എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ്, ബി ഈസ് ആക്സോൺ, സി ഈസ് ആക്സോൺ എൻഡിങ്. Explain the function of A in transmitting nerve impulse. Explain the function of part A. A എന്ന് പറഞ്ഞാൽ dendrite. Dendrite receives impulse from adjacent neuron. Okay. Describe the role of B in transmission of nerve impulse. B എന്ന് പറഞ്ഞാൽ axon ആണ്. Axon carry impulse from cell body to outside the neuron. അല്ലെങ്കിൽ outside the axonal ending. Axonal endingലേക്ക് എന്തെത്തിക്കുന്നു? ഇമ്പൾസിനെ എത്തിക്കുന്നു. What is the significance of part C? Part C എന്ന് പറഞ്ഞാൽ nerve ending ആണ്. Nerve ending we have got synaptic knob where electrical signal is converted to chemical signal. Synaptic knob neurotransmitters are produced which help in the further conduction of impulse to the adjacent neuron. Identify, label stomach, small intestine, large intestine in the diagram. Diagram തന്നിട്ടുണ്ടോ? ഡയഗ്രാം ഇല്ല. അപ്പൊ നമുക്കറിയാം, ഒരു ചിത്രം തന്നു കഴിഞ്ഞാൽ സ്റ്റൊമക്ക്, ഇപ്പോൾ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ചിത്രം തന്നു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിക്കോ, സോ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഫിഗർ തന്നു കഴിഞ്ഞാൽ, സോ മൗത്ത് കഴിഞ്ഞാൽ ഈസോഫാഗസ് വരും, ഈസോഫാഗസ് കഴിഞ്ഞാലാണ് സ്റ്റൊമക്ക് വരിക, പിന്നീട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ വരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഒരു ഫിഗർ കംപ്ലീറ്റ് വരക്കാം ആദ്യം. ഓക്കെ, അതാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ നമുക്ക് ഫിഗർ തന്നിട്ടില്ല, അപ്പോൾ നമുക്ക് ഫിഗർ വരക്കണം. സോ നമുക്ക് ഫിഗർ വരക്കാം. മൗത്തിലൂടെ ഫുഡ് എടുത്തു, ദെൻ ഈസോഫാഗസ്, ദെൻ സ്റ്റൊമക്ക്, ദെൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, then അവിടുന്ന് ലാർജ് ഇൻറ്റസ്റ്റൈൻ, then റെക്ടം ആൻഡ് ഏനസ്. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്യാലോ. സ്റ്റൊമക്ക് ഇതാണ് സ്റ്റൊമക്ക്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് സ്റ്റൊമക്ക്. then small intestine, this is large intestine. Okay, also label the structure of the digestive system. Enzymes are secreted. Enzymes secrete ചെയ്യുന്ന ഭാഗം ഒന്ന് സലൈവറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന സലൈവൽ എൻസൈം ഉണ്ട്. ദെൻ പാൻക്രിയാസ് ഉണ്ട് കേട്ടോ. ഇവിടെ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിൽ എൻസൈം ഉണ്ട്. ബൈലിൽ എന്തില്ല? എൻസൈം ഇല്ല. ബൈൽ ഈസ് ദ ഓൺലി ഡൈജസ്റ്റീവ് ജ്യൂസ് വിത്ത് നോ എൻസൈംസ്. ബൈലിൽ നമുക്ക് പറയാൻ പറ്റൂല കേട്ടോ. ഇനി ഒന്നുകൂടി ലാസ്റ്റ് നമുക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ, നമ്മൾ എല്ലാ ചാപ്റ്ററിന്റെ ഏകദേശം നോക്കിക്കഴിഞ്ഞു, ക്വസ്റ്റ്യൻസ് കുറെ നോക്കി, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഇതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യം തന്നെ ഗോ ത്രൂ ഓൾ ദി ലേബൽ ഡയഗ്രാംസ് ഇൻ ദ ബുക്ക്. നിങ്ങളുടെ ബുക്കിലുള്ള എല്ലാ ലേബൽഡ് ഡയഗ്രാംസ് ഒന്ന് നോക്കാം. ലേബലിങ്സ് കറക്റ്റ് ആയിട്ട് നോക്കാം. ഒന്ന് നോക്കാം ഓരോ ലേബലിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടൊന്ന് നോക്കാം, വൃത്തിയിൽ നോക്കാം. സ്പെഷ്യൽ ഫോക്കസ് ഓൺ ദി ലേബലിംഗ്. ലേബലിംഗ് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഫോക്കസ് കൊടുക്കാം. ഫങ്ഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഷുഡ് ബി നോൺ. ഓരോ ഭാഗങ്ങളുടെയും, പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുടെ ഒക്കെ ഫങ്ഷൻസ് നിങ്ങൾ നോക്കി വെക്കണം. ഡെഫിനിഷൻ ഓഫ് ദ അസോസിയേറ്റഡ് പ്രോസസ്സും കൂടി നോക്കണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡൈജഷൻ ആണ്. അപ്പോൾ ഡൈജഷൻ എന്താണ്? കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽ ഇൻ ടു സിമ്പിൾ ഫോം, സിമ്പിൾ ആൻഡ് ഈസിലി അബ്സോർബ് ഫോമിൽ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഡെഫിനിഷൻ കൂടി നിങ്ങൾ നോർത്ത് വെക്കണം. ഷോർട്ട് എക്സ്പ്ലനേഷൻ ഓഫ് ദ സ്ട്രക്ചർ, വളരെ പെട്ടെന്ന് ചുരുക്കത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം. പരീക്ഷയുടെ സമയത്തായിരിക്കരുത് നിങ്ങൾ ആദ്യമായിട്ട് ആൻസർ ചെയ്യേണ്ടത്, അതിന് മുന്നേ തന്നെ നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് വെക്കണം. ഇത്രയുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ബയോളജിയിലെ ഡയഗ്രാംസ് കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, കോൺകർ ചെയ്യാൻ വേണ്ടി പറ്റും. യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. ഒന്നുകൂടി വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുമല്ലോ. മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് സ്റ്റേ സേഫ്.